വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം സംബന്ധമായി നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ കാണുന്ന 4 പുസ്തകങ്ങളാണ് സുവിശേഷം. അപ്പോൾ തന്നെ എല്ലാം തികഞ്ഞ ജീവചരിത്രമല്ല സുവിശേഷം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ, യേശുക്രിസ്തുവിന്റെ ദൗത്യം, അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒന്നാണ് സുവിശേഷം. എന്തിനാണ് ഒരേ കാര്യം അവതരിപ്പിക്കാൻ 4 പുസ്തകം എന്നൊരു ചോദ്യമുണ്ട്. വാസ്തവത്തിൽ ഈ സുവിശേഷം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ചതുർവിധ സ്വഭാവത്തിന്റെ കറയറ്റ കിടയറ്റ ഒരു വെളിപ്പെടുത്തലാണ്. മത്തായി സുവിശേഷം യേശുവിനെ രാജാവായും, മർക്കോസ് യേശുവിനെ ദാസനായും, ലൂക്കോസ് യേശുവിനെ മനുഷ്യപുത്രനായും, യോഹന്നാൻ യേശുവിനെ സാക്ഷാൽ ദൈവവുമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ചതുർവിധ സ്വഭാവമാണ് സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നത്. അതിലെ ലൂക്കോസിന്റെ സുവിശേഷം വളരെ കൃത്യതയേറിയ ആധികാരികമായ സുവിശേഷങ്ങളുടെ ഒരു വിവരണം എന്നാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുമുണ്ട്. ആദ്യം മുതലുള്ള കാര്യങ്ങളെ പരിശോധിച്ചിട്ട് അതിനൊരു ആക്യുറസി വരുത്തിക്കൊണ്ടാണ് ലൂക്കോസ് തൻ്റെ രചനകൾ പുരോഗമിപ്പിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം, ഒരു പക്ഷെങ്കിൽ ആത്മയുദ്ധം സംബന്ധമായി അതിഗഹനമായ ഒരു വെളിപ്പാട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ഏതാണ്ട് അവസാനത്തെ മണിക്കൂറുകൾ, ആ ക്രൂശീകരണത്തിലേക്ക് അവിടുന്ന് പ്രവേശിക്കുന്നതിന് മുൻപുള്ള അവസാനത്തെ മണിക്കൂറുകളിലാണ് നമ്മുടെ കർത്താവ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ലൂക്കോസ് 22-24 വായിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ചെറിയ സംസാരമുണ്ടായി. ആരാണ് വലിയവൻ എന്ന് പറയുന്ന ഒരു സംസാരം. ആ സംസാരം ഉണ്ടായിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കർത്താവ് ശീമോനെ ശീമോനെ എന്ന് വിളിച്ച് ഈ കാര്യം പറയുകയാണ്. ഈ 2 വാക്യങ്ങളെ നമ്മൾ വിശാലമായി പരിശോധിക്കുമ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് 2 വാക്യങ്ങളിലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം വിശ്വാസിയുടെ ആത്മീയ പോരാട്ടം എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത മധ്യസ്ഥത എന്ന് പറയുന്നതാണ്. മൂന്നാമത്തെ കാര്യം കർത്താവായ യേശുക്രിസ്തു ഒരുവന് വരുത്തുന്ന പുനഃസ്ഥാപനം എന്ന് പറയുന്നതാണ്. നാലാമത്തെ കാര്യം ആ പുനഃസ്ഥാപനത്തിലേക്ക് വരുന്ന ഒരുവന്റെ മേൽ അവിടുന്ന് പകർന്നു തരുന്ന ദൗത്യം എന്നുള്ളതാണ്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ വാക്യങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നത്. അതിലാദ്യത്തെ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. എന്താ അവിടെ കാണുന്നത്? ശിമോനെ ശിമോനെ. എല്ലാവരും കൂടെ ഉച്ചത്തിൽ എന്ന് പറഞ്ഞേ, ശിമോനെ ശിമോനെ. നോർമലി നമ്മൾ ഇങ്ങനെ വിളിക്കാറില്ല. നമ്മൾ ഒരാളെ പേര് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ 1 പ്രാവശ്യമാണ് വിളിക്കുന്നത്. എന്നാൽ വളരെ അപൂർവമായി നമ്മുടെ ദൈവം പലരെയും ഒരേ പേര് ഒരുപോലെ 2 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അതിലാദ്യം കാണുന്ന പേര് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നീട് കാണുന്നത് മോശേ മോശേ എന്ന് വിളിക്കുന്നതാണ്. ഹാഗാറേ ഹാഗാറേ എന്ന് വിളിക്കുന്നത് കാണും. യാക്കോബേ യാക്കോബേ എന്ന് വിളിക്കുന്നത് കാണും. ശമുവേലേ ശമുവേലേ എന്ന് വിളിക്കുന്നത് കാണും. യെരൂശലേമേ യെരൂശലേമേ എന്ന് വിളിക്കുന്നത് കാണാം. മാർത്തേ മാർത്തേ എന്ന് വിളിക്കുന്നത് കാണാം. ഏലി ഏലി എന്ന് പറയുന്നത് കാണാം. ശൗലേ ശൗലേ എന്ന് വിളിക്കുന്നത് കാണാം. അതുപോലെയാണ് ഇവിടെയും കർത്താവ് വിളിക്കുന്നത്, ശിമോനെ ശിമോനെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 2 പ്രാവശ്യം ഒരു പേര് കർത്താവ് വിളിക്കുന്നുവെങ്കിൽ അതൊരു സാധാരണ സംഭവമായിരിക്കത്തില്ല. കുറഞ്ഞത് 8 വിധ കാര്യങ്ങളെങ്കിലും അതിനകത്ത് ഉണ്ടായിരിക്കും. ഒന്ന്, ആ വ്യക്തിയോടുള്ള വ്യക്തിപരമായ നമ്മുടെ കർത്താവിന്റെ ബന്ധം. 2, ആ 2 പ്രാവശ്യം പേര് വിളിക്കപ്പെട്ട വ്യക്തിയെ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് ദൈവം തിരിക്കുവാൻ പോകുന്നു. മൂന്നാമത്തെ കാര്യം, എന്തോ ഒരു അസാധാരണ സ്നേഹം, അസാധാരണ കരുതൽ അതിനകത്തേക്ക് വെളിപ്പെടുവാനായിട്ട് പോകുന്നു. നാലാമത്തെ കാര്യം, പിതൃനിർവിശേഷമായ ആ ഒരു കരുതൽ
അവിടെ പ്രകടമാക്കുന്നു. അഞ്ചാമത്തെ കാര്യം, ഒരു പുതിയ ശുശ്രൂഷ, ഒരു പുതിയ ഉത്തരവാദിത്വം, ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ നിയോഗം അവിടെ കൈമാറ്റം ചെയ്യുവാൻ പോകുന്നു. ആറാമത്തെ കാര്യം, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയ വെളിപ്പാട് അവിടെ നൽകുവാൻ പോകുന്നു. ഏഴാമത്തെ കാര്യം, ആഴമേറിയ ഒരു മാറ്റം കർത്താവ് നൽകുവാൻ പോകുന്നു. ഇനിയും ഏറ്റവും ഒടുവിലായി അടിയന്തരമായി ശ്രദ്ധ കർത്താവ് ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ സേല എന്ന് പറയുന്ന പദം നമ്മൾ കാണുന്നുണ്ടല്ലോ, സേല. അതുപോലെയാണ് ഈ വാക്കുകൾ നമ്മൾ കാണേണ്ടത്. അടിയന്തരമായി ഒരു ശ്രദ്ധ അവിടെ കർത്താവ് ആവശ്യപ്പെടുകയാണ്. എനിക്ക് ആ ഭാഗങ്ങൾ വിശദീകരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരുപാട് അത് വിശദീകരിച്ച് നിൽക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. അപ്പൊ ഇവിടെ കർത്താവ് വിളിക്കുകയാണ്, ശിമോനെ, ശിമോനെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് വ്യക്തിപരമായ ബന്ധത്തിന്റെ അപ്പുറത്ത്, ഇത് സ്നേഹം, കരുതൽ എന്നതിന്റെ അപ്പുറത്ത്, പിതൃനിർവിശേഷമായ ആ ഒരു കരുതൽ എന്നുള്ളതിന്റെ അപ്പുറത്ത്, ഒരു പുതിയ ദൗത്യം എന്നതിന്റെ അപ്പുറത്ത്, ആഴമേറിയ വെളിപ്പാട് എന്നുള്ളതിന്റെ അപ്പുറത്ത്, ആഴത്തിലുള്ള ഒരു മാറ്റം എന്നതിന്റെ അപ്പുറത്ത്, ശിമോനെ, ശിമോനെ എന്ന് വിളിക്കുമ്പോൾ ദൈവം കർത്താവ് ആ ഭാഗത്ത് അവന്റെ ശ്രദ്ധയെ ചോദിക്കുകയാണ്. ശ്രദ്ധയെ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തർക്കത്തിന്റെ ഇടയിൽ വലിയവൻ ആരാണ് എന്നുള്ള ആ ഒരു വല്ലാത്ത ആരവാരവത്തിന്റെ ഇടയിൽ ഈ കാര്യം മറക്കരുത് എന്ന് പറയാൻ കർത്താവ് അവനെ പേരിൽ വിളിക്കുക, ശിമോനെ, ശിമോനെ. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയരെ, വാസ്തവത്തിൽ കർത്താവ് പത്രോസിനെ ശിമോനെ, ശിമോനെ എന്ന് വളരെ കുറച്ചു മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അതെന്നെ അങ്ങനെ പറയാൻ കാര്യം, ഇവനെ കണ്ട ആദ്യ സന്ദർഭത്തിൽ തന്നെ കർത്താവ് ഇവന്റെ പേര് മാറ്റി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാമത്തെ വാക്യം, അവിടെയാണ് പത്രോസിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യം കാണുന്നത്. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. അപ്പൊ കേഫ എന്ന് പേരാകും. ആ കേഫ എന്ന പേര് പത്രോസ് എന്ന് ആകുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, പേരിടുന്നത് കർത്താവിന്റെ ഒരു സ്വഭാവമാണ്. പേരിടുന്നത് കർത്താവിന്റെ സ്വഭാവം. ഞാൻ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായത്. ഒരു 3-4 വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒരുപാട് വാക്യങ്ങളുണ്ട്, എല്ലാം വേണ്ടല്ലോ. കർത്താവിന്റെ ആ സ്വഭാവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കർത്താവ് പേരിടുക. ഉൽപ്പത്തി 1:5, ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. ഉണ്ടോ? ദൈവം പേര് ഇട്ടു. ഉൽപ്പത്തി 1:8, ദൈവം വിധാനത്തിന് ആകാശം എന്ന പേര് ഇട്ടു. 1:10, ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേര് ഇട്ടു. സ്തോത്രം. പേരിടുന്നത് കർത്താവിന്റെ സ്വഭാവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. പറ്റുമെങ്കിൽ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടിട്ട് പറ, പേരിടുന്നത് കർത്താവിന്റെ സ്വഭാവമാണ്. അതുപോലെ തന്നെ പറയട്ടെ, പേര് മാറ്റുന്നതും കർത്താവിന്റെ സ്വഭാവമാണ്. പേരിടുക മാത്രമല്ല, പേര് മാറ്റുകയും ചെയ്യും. അതന്നെ പാസ്റ്റർ അങ്ങനെ പറയുന്നത്. ഉൽപ്പത്തി 17:5, ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേർ അബ്രഹാം എന്നായിരിക്കണം. അബ്രാം അല്ല, അബ്രഹാം. ഈ അബ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഉന്നത പദവിയുള്ള പിതാവ്. നിന്നെ ഉന്നത പദവിയുള്ള പിതാവെന്നല്ല ദൈവം വിളിക്കാൻ പോകുന്നത്. അബ്രഹാം അർത്ഥം എന്താണെന്നറിയാമോ? ബഹുജാതികൾക്ക് പിതാവ്. അതാ കർത്താവ് പേര് മാറ്റിയിടും. അതുപോലെ തന്നെ സാറയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി 17:15, ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്ന് വിളിക്കണം. സാറായി സുന്ദരി എന്നാണെങ്കിൽ കൂടെ കൂടെ സുന്ദരിയെ എന്ന് വിളിക്കുകയല്ല, നിന്റെ വാഗ്ദത്തത്തോടുള്ള ബന്ധത്തിൽ അവളുടെ പേര് മാറ്റണം.
കർത്താവ് പറയുക, അവളെ ഇനിയും സാറാ എന്ന് വിളിക്കണം. ബഹുജാതികൾക്ക് മാതാവ് എന്നർത്ഥം. ഒരാമയും പറഞ്ഞാട്ട്. അതാ ഞാൻ പറഞ്ഞത്, കർത്താവ് പേര് മാറ്റും. പിന്നെയും കർത്താവ് പേര് മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ യാക്കോബിന്റെ പേരങ്ങ് മാറ്റി. അതൊരു വല്ലാത്ത പേരാ. ഇടിമക്കൾ ബോവാനർക്കസ് പേര് മാറ്റി ദൈവം ഈ യോഹന്നാന്റെയും യാക്കോബിന്റെയും ഇടിമക്കൾ എന്ന് പേരാക്കി. ഇന്ന് രാത്രി ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പറയട്ടെ, മനുഷ്യർ പരിഹസിക്കാൻ വിളിക്കുന്ന പേരുകളല്ല നമ്മുടെ കാതുകളിൽ കേൾക്കേണ്ടത്. വാഗ്ദത്തത്തോടുള്ള ബന്ധത്തിൽ, നിയോഗത്തോടുള്ള ബന്ധത്തിൽ, ദൗത്യത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് നമ്മുടെ പേര് മാറ്റണം. എത്ര പേര് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കും? എത്ര പേര് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കും? കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവേ, എൻ്റെ അപ്പൻ എന്നെ വിളിക്കുന്ന, എൻ്റെ അമ്മ എന്നെ വിളിക്കുന്ന, എന്നെ പരിഹാസത്തോടെ പലരും വിളിക്കുന്ന പേരുകളുണ്ട്. ആ പേരുകളല്ല കർത്താവേ, അങ്ങയുടെ അതരത്തിൽ നിന്ന് എന്നെ വന്ന് പേര് ചൊല്ലി വിളിക്കണമേ. വാ തുറന്നൊന്ന് പ്രാർത്ഥിച്ചോ, വാ തുറന്നൊന്ന് പ്രാർത്ഥിച്ചോ. പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവിന്റെ കൃപ ഓരോ വ്യക്തികളുടെ മേലും ഇപ്പോൾ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചോ, ഒന്ന് പ്രാർത്ഥിച്ചോ, ഒന്ന് പ്രാർത്ഥിച്ചോ. അതിലേറ്റവും പ്രാവചനിക സ്വഭാവമുള്ള ഒരു വാക്യം ഞാൻ പറയാം. യെശയ്യാ പ്രവചനം 62:4. അവിടെ പറയാം, നിന്നെ ഇനി അസൂബ തെക്ത എന്ന് വിളിക്കയില്ല. ആരൊക്കെ അങ്ങനെ വിളിച്ചിരുന്നു, പക്ഷെ നിന്നെ ഇനി വിളിക്കത്തില്ല. ഞാനതാ പറഞ്ഞ, പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇന്നലകളിൽ ആരൊക്കെയോ നിന്നെ വിളിച്ചു. എന്നെ വിളിച്ചത് അസുബ തെക്ത എന്ന് വിളിച്ചു. കർത്താവ് പറയുക, ഇനിയും നിന്നെ അങ്ങനെ വിളിക്കത്തില്ല. നിന്റെ ദേശത്തെ ക്ഷമമ എന്ന് വിളിക്കത്തില്ല, ശൂന്യം എന്ന് പറയുകയുമില്ല. കർത്താവ് പറയുക, ഞാൻ നിന്റെ പേര് മാറ്റാൻ പോകുക. ഇനി നീ അസൂബ അല്ല, ഇനി നീ ക്ഷമമ അല്ല, നീ ശൂന്യമല്ല, നീ തക്ത അല്ല. നിന്റെ പേര് മാറ്റാൻ പോകുകയാണ്. നിന്നെ ഇനി ഹെപ്സിബ ഇഷ്ട എന്ന് വിളിക്കാൻ പോകുകയാണ്. നിന്റെ ദേശം ഇനി ശൂന്യമല്ല, നിന്റെ ദേശത്തെ ഇനിയും ബെയൂല എന്ന് വിളിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതിന്റെ അവസാനത്തെ ഒരു വാക്കുണ്ട്, യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. ഞാൻ ആത്മാവിൽ ചിലരെ നോക്കി പറയാം, ദൈവത്തിന്റെ പ്രിയം നിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ആ പ്രിയത്തിനകത്തെ കർത്താവ് പേര് മാറ്റി വിളിക്കും. ഒന്ന് സ്തോത്രം ചെയ്തോ, ഒന്ന് സ്തോത്രം ചെയ്തോ. അതാ ഞാൻ പറഞ്ഞത്, പേര് ദൈവം മാറ്റി വിളിക്കണം. പേര് ദൈവം മാറ്റി വിളിക്കണം. പേര് ദൈവം മാറ്റി വിളിക്കണം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയട്ടെ, നിങ്ങളുടെ കാതുകളിലായിരിക്കും നിങ്ങൾ ആ പേര് കേട്ടത്. പുരക്കകത്ത് പറയുന്നത് പുര മുകളിൽ ഘോഷിക്കപ്പെടുന്ന ദിവസങ്ങൾ വരുന്നുണ്ട്. നിന്റെ കാതുകളിൽ കേട്ടത്, നിന്റെ കാതുകളിൽ കേട്ടത് പുരമുകളിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവിൽ ഒന്ന് പറഞ്ഞോ, കാതിൽ കേൾക്കുക എന്നുള്ളതാ പ്രധാനപ്പെട്ട കാര്യം. കാതിൽ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാതിൽ കേട്ട് തുടങ്ങിയാൽ അത് പുരമുകളിൽ അത് കേൾക്കുവാൻ തുടങ്ങും. ഒരാമയും പറഞ്ഞോട്ടെ, ഇതൊരു കാഴ്ചപ്പാടിന്റെ വിഷയമാണ്. പ്രവാചകനായ ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോ 7ാമത്തെ പ്രാവശ്യം കൈ പോലെയുള്ള ഒരു മേഘത്തെ കാണുന്നു. എന്നാ 7ാമത്തെ പ്രാവശ്യം എന്നാ കാണുന്നേ? കൈ പോലെയുള്ള ഒരു മേഘം. എല്ലാരും കൂടെ പറഞ്ഞു, എന്നാ? കൈ പോലെ ഒരു മേഘം. ഏത് ഘട്ടത്തിലെ കൈ പോലെയുള്ള മേഘം കാണുന്നതെന്നറിയോ? 3 വർഷമായി 6 മാസമായി മഴ പെയ്യാതിരിക്കുമ്പോ കൈ പോലെ ഒരു മേഘം. എടാ, ഈ മഴ പെയ്യാത്ത 3.5 വർഷത്തെ വരൾച്ചയുള്ള ഈ നാട്ടിൽ കൈ പോലെ മേഘം കണ്ടിട്ട് എന്തെടുക്കാനാ? വെളിപ്പാടുള്ളവന്റെ മുൻപിൽ കൈ പോലെ കണ്ടാ മതി. കർത്താവിന്റെ ദാസൻ JB പീറ്റർ എന്ത് ഭംഗിയായിട്ട് അതിനെ പാടിയെന്നറിയോ? ഈറനില്ല വാനിൽ കാണും കൈപ്പത്തി പോൽ മേഘവും. ഒന്നുറന്ന് പാടാവും.
ഈറനില്ല വാനിൽ കാണും കൈപ്പത്തി പോൽ മേഘവും എന്റെ ദൈവത്തിൻ വാക്കുകളാൽ വന്മാരി ചോരിഞ്ഞിടും. എന്റെ ദൈവത്തിൻ വാക്കുകളാൽ വന്മാരി ചോരിഞ്ഞിടും. എന്നുള്ളം നിന്നിലാ ആഴമാം വിശ്വാസത്താ ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. ഈറനില്ലാത്ത വാനിൽ കൈ പോലെ ഒരു മേഘം, കൈ പോലെ ഒരു മേഘം. എന്റെ പ്രിയവരെ, പ്രാർത്ഥനാ മുറിയിൽ കൈ പോലെ ഒരു മേഘം കണ്ടാൽ മതി. ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് നമ്മളുടെ കണ്ണിൽ കാണുന്ന കാര്യമാണ്. പക്ഷെ ക്ഷണത്തിൽ ആകാശം കറുത്ത് ഇരുണ്ടു. അതാ ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനാ മുറിയിൽ കേട്ടാ മതി, പ്രാർത്ഥനാ മുറിയിൽ ഒരു ചെറിയ കാഴ്ച കണ്ടാൽ മതി, ക്ഷണത്തിൽ അന്തരീക്ഷം ചേഞ്ച് ആകാൻ പോകുകയാണ്. അവിടെ പ്രവാചകൻ പറയുന്നുണ്ട്, ഓ കണ്ടത് കൈപോലെയുള്ള മേഘമാണെങ്കിലും വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്, വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയട്ടെ, നിങ്ങളുടെ കാതിൽ കേട്ടതിന് നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ദിവസങ്ങൾ വരുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ആത്മാവിൽ ഒന്ന് ആരാധിച്ചോ. കാതിൽ കേട്ടത്, ആരും അറിയാതെ കേട്ടത്, രഹസ്യമായ പ്രാർത്ഥനയിൽ കേട്ടത്, ഒറ്റയ്ക്കിരുന്ന് വിതുമ്പിയപ്പോൾ കേട്ടത്, ആത്മതലങ്ങളിൽ ഞരങ്ങിയപ്പോൾ കേട്ടത്, കാതിൽ കേട്ടത് എന്റെ കണ്ണുകൊണ്ട് കാണും. ഓ ജീസസ്, ഞാനതാ പറഞ്ഞത്, കർത്താവ് നിന്റെ പേര് മാറ്റുന്നത് രഹസ്യത്തിൽ കേട്ടാൽ മതി, പരസ്യത്തിൽ അത് വരും. ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ സെമിനാരിയിലേക്ക് പോയപ്പോൾ എനിക്ക് പാടാനും അറിയില്ല, പ്രാർത്ഥിക്കാനും അറിയില്ല, സാക്ഷ്യം പറയാനും അറിയില്ല, പ്രസംഗിക്കാനും അറിയില്ല. അതായിരുന്നു എൻ്റെ സ്ഥിതി. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാടാ പോയെന്ന്. ഞാൻ ഓർത്ത് എന്തിനാ പോയെന്ന്. കാരണം എന്നെ കൊണ്ടൊന്നിനും കഴിയത്തുമില്ല. സ്തോത്രം. പേര് ഗുണമില്ലാത്തവനെന്നായിരുന്നു. പക്ഷെ കർത്താവ് സംഗതി അങ്ങ് തിരിച്ചു, സംഗതിയെ തിരിച്ചു. ഞാൻ ആത്മാവിൽ പറയട്ടെ, നീ വിശ്വസിക്കുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, വെറുതെ നിങ്ങളെ കൈയടിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയുകയല്ല. കാതിൽ ദൈവശബ്ദം കേട്ടാ മതി. കാതിൽ കേട്ടതിനെ നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്ന. ഞാനത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പാട്ടുണ്ട്, അത് പാസ്റ്റർ അനിൽ പാടിയ പാട്ടാണ്. എന്റെ കാതിൽ കേട്ടതെല്ലാം എന്റെ കണ്ണു കണ്ടിടുന്നു. എത്ര പേരത് പറയും? എന്റെ പറഞ്ഞോ 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 എന്റെ കണ്ണു കണ്ടിടുന്നു. ഒന്നൂടെ, എന്റെ കണ്ണു, ഒന്നൂടെ, എന്റെ കാതിൽ കേട്ടതല്ല എന്റെ ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് കാതിൽ കേൾക്കുന്നത് ചില നാളുകൾക്കുള്ളിൽ കണ്ണുകൊണ്ട് കാണും. ഇതാ ഞാൻ പറഞ്ഞ, രഹസ്യത്തിൽ കേട്ടാ മതി. നിന്റെ പേരിനെ ദൈവം മാറ്റുന്നത് പബ്ലിക്കായിട്ട് കേൾക്കണ്ട, കേരളം മൊത്തം കേൾക്കണ്ട. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ കേട്ടാൽ മതി. എന്ന് കർത്താവിന്റെ സ്വഭാവം ഞാൻ പറയട്ടെ, കാര്യങ്ങളെ കാലക്കൂട്ടി എന്ന് പറയും. കാര്യങ്ങൾ നമ്മളൊക്കെ നേരെ തിരിച്ച എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ പറയത്തുള്ളൂ. പക്ഷെ കർത്താവ് അങ്ങനല്ല, കാര്യങ്ങൾ കാലക്കൂട്ടി എന്ന് പറയും. അതാ പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് അറിയിച്ചു തരും. ഇത് കർത്താവിന്റെ ഒരു സ്വഭാവമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കേ, നിങ്ങൾ കേട്ടതെല്ലാം കാണാൻ പോകുക. ഓക്കെ, അപ്പൊ ഇവിടെ കർത്താവ് ഈ ശീമോനെ കണ്ടപ്പോ
കർത്താവിനോട് പറഞ്ഞു, നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവുക. നീ ആരാണ്? കേഫ. നീ ആരാണ്? പറഞ്ഞോ. കേഫ. കേഫ പത്രോസ് എന്നാകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. കേഫ അത് വേറൊരു ഭാഷയാണ്. പത്രോസ് അത് വേറൊരു ഭാഷയാണ്. ശീമോൻ അത് വേറൊരു ഭാഷയാണ്. സത്യത്തിൽ ശീമോൻ, കേഫ, പത്രോസ് ഇത് മൂന്ന് ഭാഷയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ 3 ഭാഷ നിലവിലുണ്ടായിരുന്നു. ഒന്ന് എബ്രായ ഭാഷ, അത് റിലീജിയസ് ലാംഗ്വേജാണ്. 2 ഗ്രീക്ക് ഭാഷ. ഗ്രീക്ക് ഭാഷ എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ ലാംഗ്വേജാണ്. മൂന്നാമതൊരു ഭാഷയുണ്ട്, അരാമ്യ ഭാഷ, അത് സംസാര ഭാഷയാണ്. അപ്പോ 3 ഭാഷയിലും ആ പേര് കർത്താവ് പറഞ്ഞു. ശിമോൻ, അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാങ്ങണ പോലെ ഇളകുന്നവൻ. ഞാങ്ങണ പോലെ ഇളകുന്നവൻ. സ്തോത്രം. ഞാങ്ങണ പോലെ ആടും. പെട്ടെന്ന് നിലപാടുകൾക്ക് മാറ്റം വരുന്നവൻ. ആദ്യം എന്തിനും പ്രതികരിക്കുമെങ്കിലും പൊടുന്നനവേ ഇളകിപ്പോകുന്നവൻ. ആമേൻ. കർത്താവ് പറഞ്ഞു, നിന്റെ ആ പ്രകൃതം ഉണ്ടല്ലോ, നിന്റെ പേരിന് യോഗ്യമായിട്ടുള്ള ആ ഒരു പ്രകൃതം ഞാൻ അതിനെ മാറ്റാൻ പോകുക. നീ ഇനി ഞാങ്ങണ പോലെ ഇളകുന്നവനല്ല, നീ ഇനി പീറ്റർ ആണ്. പെട്രോസ് എന്ന് പറയുമ്പോൾ പീസ് ഓഫ് റോക്ക്. നീ ഒരു ഭാരകഷ്ണമാകുന്നു. ഇളകുന്നവനെ കർത്താവ് അങ്ങ് സ്ട്രോങ് ആക്കി. കേഫ എന്നോട് ഉണ്ടെങ്കിൽ ഒരാമേ പറഞ്ഞാട്ട്. കേഫ. ഓ ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കർത്താവ് പേര് മാറ്റിയാൽ ചിലപ്പോൾ സ്വഭാവം കൂടെ മാറിപ്പോകട്ടെ. അല്ലാതെ പേടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞാൽ മതി, എൻ്റെ പേരങ്ങ് മാറ്റണേ. അവിടെ സ്വഭാവവും മാറ്റും. കർത്താവ് തൊട്ടാൽ മുഴുവൻ മാറ്റമായിരിക്കും. ആമേൻ. പക്ഷെ ഇവിടെ ഈ കേഫ എന്ന് വിളിക്കേണ്ടതിന് പകരം ഇവിടെ പക്ഷെ കർത്താവ് വിളിക്കുകയാണ്, ശീമോനെ. ഞാൻ പിന്നെ ഈ ലേഖനങ്ങളിലൊക്കെ ഈ പത്രോസിനെ കുറിച്ച് വായിച്ചിടത്തെല്ലാം കേഫ എന്നാ വായിച്ചത്. ശീമോൻ എന്ന പേര് അദ്ദേഹത്തിന് പിന്നെ വിളിച്ചിട്ടില്ല. കേഫ. ഒന്ന് പറഞ്ഞ ലേഖനം 1:12, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ. ഞാൻ ശീമോന്റെ പക്ഷക്കാരൻ എന്നല്ല, കേഫാവിന്റെ പക്ഷക്കാരൻ. അവിടുത്തെ ആ ഗ്രൂപ്പിസോ. ഒന്ന് പറഞ്ഞ ലേഖനം 3:22, പൗലോസോ അപ്പല്ലോസോ കേഫാവോ ഉണ്ടോ? അവിടെയല്ല കേഫ എന്നാ പറയുന്നത്. ഒന്ന് പറഞ്ഞ ലേഖനം 15:5, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി കണ്ടോ, എല്ലാം കേഫായ. ഇനി ഗലാത്യ ലേഖനം 2:9, തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കണ്ടോ. അവിടെ എല്ലാം വിളിക്കുന്ന പേരെന്നാ? കേഫ. അപ്പോസ്തല പ്രവർത്തിക്കകത്തെല്ലാം പീറ്റർ, പത്രോസ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. ലേഖനങ്ങൾ കേഫ. പക്ഷെ ഇവിടെ കർത്താവ് പേര് മാറ്റിയിട്ടും അവനെ വിളിക്കുന്ന പേരാണ് ശീമോനെ. കാര്യം ഞാനിങ്ങനെ ദൈവവചനത്തിൽ അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായത് എന്നാന്നറിയോ? ഈ യേശുവിനെ സമീപിക്കുന്നതിന് മുമ്പ് ഞാങ്ങണ പോലെ ഇളകുന്ന ഈ പുള്ളിയുടെ പഴയ പ്രകൃതം ഉണ്ടല്ലോ, ക്രൂശീകരണത്തിന്റെ ആ മണിക്കൂറിൽ ആ പഴയ പ്രകൃതം തല പൊക്കുന്നത് കർത്താവ് കണ്ടു. ഓ, കേൾക്കുന്നുണ്ടെന്ന് എന്റെ ചിന്ത. പഴയ പ്രകൃതം ഏതാ? ആ ഇളകുന്നവൻ തല പൊക്കിയോ? അയ്യോ, പിന്നെ തല പൊക്കിയെന്ന്. ഈ പഴയ പ്രകൃതം തല പൊക്കി. ക്രൂശീകരണം കഴിഞ്ഞപ്പോ ഈ പുള്ളി പറയാ, ഞാൻ മീൻ പിടിക്കാൻ പോവാ. സ്തോത്രം. കണ്ടോ, അദ്ദേഹം പൊടുന്നനവ ഇളകുന്നവനാ. കർത്താവ് അതിനെ, അവന്റെ ആ ദൗർബല്യത്തെ, അവന്റെ ആ പഴയ പ്രകൃതത്തെ കർത്താവ് നേരിട്ട് കണ്ടിട്ട് അവനെ വിളിക്കുക, ഷിമോനെ. മക്കാർദറിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം പറയുന്നത് ഈ സമയത്തെ കർത്താവിൽ 3 ഭാവങ്ങൾ ഉണ്ടായിരുന്നെന്ന്. കർത്താവിൽ ദയനീയതയുണ്ടായിരുന്നു, കർത്താവിൽ നിരാശയുണ്ടായിരുന്നു, കർത്താവിൽ ദുഃഖം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായ പഴയ പ്രകൃതമൊക്കെ നമ്മൾ തല ഉയർത്താൻ തുടങ്ങുന്നുവെന്ന് കർത്താവ് കാണുമ്പോൾ നമ്മളെക്കുറിച്ചും കർത്താവിന് ദുഃഖമാണ്. നമ്മളെക്കുറിച്ചും കർത്താവിന് ദുഃഖമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ തല ഉയർത്തുന്ന പഴയ സംശയം, ഇടയ്ക്കിടയ്ക്കൊക്കെ തല ഉയർത്തുന്ന ആ പഴയ പ്രകൃതം കർത്താവിന് ദുഃഖമാണ്. ഇന്ന് രാത്രി ആത്മാവിൽ കർത്താവിനോട് പറയണം, എൻ്റെ കർത്താവേ, എൻ്റെ ആ പഴയ പ്രകൃതത്തിലേക്ക്
ഞാൻ ഒരിക്കലും പോകത്തില്ല. അവിടെ ആ ശിമോനെ ശിമോനെ എന്ന് വിളിച്ചിട്ട് കർത്താവ് പറയുകയാണ്, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. വീണ്ടും ഞാൻ പറയുകയാണ്, ആ വാക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചോ. സാത്താൻ നിങ്ങളെ, ഒന്നുകൂടെ പറ, സാത്താൻ നിങ്ങളെ. വിളിച്ചത് ശീമോനെ എന്നാണെങ്കിലും പറഞ്ഞപ്പോ നിങ്ങളെ എന്നാ പറഞ്ഞത്. അതായത് വ്യക്തിയിൽ തുടങ്ങിയിട്ട് ഒരു സമൂഹത്തിലേക്ക് ആ ഒരു വിപത്തിനെ കർത്താവ് ചൂണ്ടിക്കാണിക്കുക. സാത്താൻ നിങ്ങളെ പതിർ പോലെ പാറ്റിക്കളയേണ്ടതിന് അനുവാദം ചോദിച്ചു. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് വരട്ടെ, അതിന്റെ കാതലായ മെസ്സേജിലേക്ക് വരിക. ഇവിടെ സാത്താൻ എന്ന് പറയുന്ന ആ പേര് കണ്ടോ, സാത്താൻ ഒന്ന് വിശദീകരിക്കുകയാണ്. ഈ സാത്താൻ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ മറ്റു പല പേരുകളും കൂടെ ഉള്ള ഒരു സംഗതിയാ ഈ സാത്താൻ. വെളിപ്പാട് പുസ്തകം 12:9 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. ഒന്നുകൂടെ, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. അവിടെ ആ പിശാചിന് പറയുന്ന പേരുകൾ കണ്ടോ, സാത്താൻ, പിശാച്, പിന്നെ ആ രണ്ടിനെയും കൂടെ ചേർത്ത് വിളിക്കുക പഴയ പാമ്പ്. പഴയ പാമ്പ് ന്യൂ ടെസ്റ്റ്മെന്റിൽ ധാരാളം ഇടങ്ങളിൽ ഈ പഴയ പാമ്പിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ആ പഴയ പാമ്പിന്, ആ പിശാചിന്, സാത്താന് അവിടെ വിവരിക്കുന്ന ഒരു പ്രത്യേക പദമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന. ആ വാക്കുണ്ടോ, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന. ഒന്നുകൂടെ പറഞ്ഞോ, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന. ആ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഡിസീവർ എന്ന് പറയുന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണ് ഡിസീവർ? ഇതിന്റെ ഉദ്ദേശം എന്താണ്? തെറ്റിച്ച് കളയുക. എല്ലാവരും കൂടെ പറഞ്ഞോ, എന്താണ്? ഒന്നുകൂടെ, തെറ്റിച്ച് കളയുക. തെറ്റിച്ച് കളയുക എന്ന് പറയുമ്പോൾ ചതിക്കുക, അകപ്പെടുത്തുക, നശിപ്പിച്ചു കളയുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. ഞാനിവിടെ നിങ്ങളോട് പറയട്ടെ, തെറ്റുകയോ തെറ്റിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചതിക്കുകയോ ചതിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, വഞ്ചിക്കുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ പഴയ പാമ്പ്, ഈ പിശാച്, ഈ സാത്താൻ നിങ്ങളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. ചതിക്കാനും പോകരുത്, ചതിക്കപ്പെടാനും പോകരുത്, വഞ്ചിക്കാനും പോകരുത്, വഞ്ചിക്കപ്പെടാനും പോകരുത്. ഹലോ, സ്തോത്രം, കേൾക്കുന്നുണ്ടെന്ന് എന്റെ ചിന്ത. അങ്ങനെ ഉണ്ടെങ്കിൽ സംഗതി പ്രശ്നമാണ്. ഈ പിശാച് ഡിസീവറാണ്. അത് 2 തെസ്സലോനിക്ക ലേഖനം 2:9 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരുന്നു. ആ 4 കാര്യങ്ങൾ ഓർത്തോ. വ്യാജമായ സകല ശക്തി, അടയാളം, അത്ഭുതം, അനീതിയുടെ സകല വഞ്ചന. കണ്ടോ, വ്യാജശക്തി, വ്യാജയടയാളം, വ്യാജ അത്ഭുതം, വ്യാജമായ വഞ്ചന. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്റെ സഹോദരങ്ങളെ, അന്നും ഇന്നും ഈ ഒരു മേഖല ആക്റ്റീവാണ്. ആരെയാണോ പിശാച് അറ്റാക്ക് ചെയ്യുന്നത് അവിടെ ഈ വഞ്ചന നിൽക്കുന്നുണ്ട്. വിശേഷിച്ച് എൻഡ് ടൈമിലേക്ക് വരുമ്പോൾ ഇത് ഭയങ്കര സജീവമാണ്. 1 തിമോഥെയോസ് 4:1 അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി സഭകളോട് പറയുന്നു. കണ്ടോ, വിശ്വാസം ത്യജിക്കും, വിശ്വാസം ത്യജിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കേണ്ടത് വ്യാജാത്മാക്കളുടെ ഉപദേശത്തിലല്ല, നമ്മൾ നിൽക്കേണ്ടത് ഭൂതങ്ങളുടെ ഉപദേശത്തിലല്ല. കേൾക്കുന്നുണ്ടോ സഹോദരങ്ങളെ? നിങ്ങൾ കേൾക്കുന്ന വെളിപ്പാടുകൾ പോലും, അതിന്റെ ടെർമിനോളജികൾ പോലും ബൈബിളികമായിരിക്കണം. ഇതിന് പുറത്തു നിന്നുള്ള ഒരു സംഗതിയും സ്വീകരിക്കരുത്. അതെന്നാ വെളിപ്പാടായാലും എടുക്കരുത്. അത് മിക്കവാറും വ്യാജാത്മാവിൽ നിന്നുള്ളതായിരിക്കും. ഞാൻ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എന്റെ ചിന്ത. ഹല്ലേലൂയ.
അതാ നമ്മള് മത്തായി 24 വായിക്കുന്നത്. കഴിയുമെങ്കിൽ തന്റെ വ്രതന്മാരെയും തെറ്റിപ്പാനായി. കണ്ടോ, എന്താ പ്ലാൻ? തെറ്റിക്കുക. ഉച്ചത്തിൽ പറഞ്ഞു, എന്താ ചെയ്യുന്നത്? കഴിയുമെങ്കിൽ തന്റെ വൃതന്മാരെയും തെറ്റിച്ചു കളയാൻ. ഈ വ്യാജാത്മാവിന്റെ ഒരു വിശേഷതയാ തെറ്റിക്കുക. എന്നോടൊപ്പം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. തെറ്റിക്കുക, സ്തോത്രം, വഞ്ചിക്കുക. ഈ തെറ്റിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നത്, കുഴപ്പമില്ല, അതിനിപ്പോ എന്നാ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ വായിച്ചിട്ടില്ലേ? താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും തന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീ കണ്ടോ, വിഗ്രഹാർപ്പിതം തിന്നാൻ, സ്തോത്രം, തെറ്റിച്ചു കളയുന്ന ദുർനടപ്പ് ആചരിപ്പാൻ. എന്നാ ഉച്ചത്തിൽ പറ, എന്നാ ദുർനടപ്പ് ആചരിപ്പാൻ. ദുർനടപ്പ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ലളിതമായ ഒരു പദം പോലെ തോന്നും. വാസ്തവത്തിൽ ആ ദുർനടപ്പ് എന്ന് പറയുന്ന പദത്തെ ശരിക്കും പഠിച്ചാൽ നോ സെക്ഷുവൽ സിൻ എന്നാണ്. ഒരു സെക്ഷുവൽ സിൻ നിങ്ങളുടെ അടുക്കൽ, നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് എന്നാണ്. ഞാൻ ആ വാക്യം അങ്ങ് പച്ചയ്ക്ക് പറയുകയാണ്. എനിക്കറിയാം ഇതൊരു പബ്ലിക് മീറ്റിംഗ് ആണ്, ഒട്ടനവധി ആളുകളുണ്ട്. പക്ഷെ പുസ്തകത്തിൽ പറയുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഈ എബ്രായ ലേഖനം പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യം, വിവാഹിതരുടെ കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. മലയാളം ബൈബിളിലാണ് നിർമ്മലമായിരിക്കട്ടെ എന്ന് പറയുന്നത്. അതിന്റെ ഒറിജിനൽ മീനിങ് വിവാഹം എല്ലാവർക്കും മാന്യമാണ്, വിവാഹിതരുടെ കിടക്ക നിർമ്മലമാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ അതിനു പുറത്തുള്ള വിവാഹപൂർവ വിവാഹേതര ബന്ധങ്ങൾ ദൈവം ന്യായം വിധിക്കുന്നതാണ്. സ്വതന്ത്രം ഇത് സ്വതന്ത്രം പറയാൻ വേണ്ടി പറഞ്ഞല്ല, ഒരു തിരിച്ചറിവിന് വേണ്ടി പറഞ്ഞതാണ്. വിവാഹിതരുടെ കിടക നിർമ്മലമാണ്, അതിന് പുറത്തുള്ള സകലതും, അത് വിവാഹേതര ബന്ധമാകട്ടെ വിവാഹപൂർവ ബന്ധമാകട്ടെ, അത് ന്യായവിധിക്ക് ഹേതുവാണ്. ഇതാണ് ദൈവവചനത്തിന്റെ ഉപദേശം. പക്ഷേ ഈ പ്രവാചകി എന്ന് പറയുന്ന ഈശബേൽ എന്ന സ്ത്രീ പറയുക, ദുർനടപ്പ്, നോ പ്രോബ്ലം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ തൊട്ടത് കൊണ്ട് പറയുക, എന്റെ പ്രിയപ്പെട്ടവരെ, ദുർനടപ്പെന്ന പ്രവൃത്തി മാത്രമല്ല, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പോലും പാടില്ലെന്നാണ് എഫേസ്യ ലേഖനം 5-ന്റെ 3, 4, 5, 6 വാക്യങ്ങൾ പറയുന്നത്. സ്തോത്രം. ഇങ്ങനെയുള്ളത് നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും വരുത്. ഡീലിങ്സ് അല്ല, സംസാരം പോലും ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം എന്ന് പറഞ്ഞിരിക്കേ, എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കേ, ഈശോബേൽ പറയുകയാണ്, ദുർനടപ്പ് ആചരിച്ചോ, നോ പ്രോബ്ലം. കേട്ടോ, ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഒരു വ്യാപാരം, ഒരു സ്ത്രീ വ്യാപാരം. തെറ്റിച്ചു കളയുക. കേട്ടെന്ന് ഞാൻ കരുതുന്നത്. സ്വതന്ത്രം. നോ. ഒരു സാത്താന്യ അപ്പോയിന്റ്മെന്റുകളിലും ചെന്ന് വീഴരുത്. പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി തെറ്റിച്ച് കളയുക എന്നുള്ളതാണ്. കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാമേ പറ. കർത്താവിന്റെ പദ്ധതി കൃപയിൽ നിർത്തുന്നതാണെങ്കിൽ പിശാചിന്റെ പദ്ധതി തെറ്റിച്ച് കളയുക എന്നുള്ളതാണ്. കർത്താവ് പറയുക, ശീമോനെ സാത്താൻ നിങ്ങളെ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ, സാത്താന്റെ ആക്രമണം പത്രോസിന് നേരെ മാത്രമല്ല, സാത്താന്റെ ആക്രമണം ആ മുഴുവൻ ഗ്രൂപ്പിനെതിരെയുമാണ്. അതിന്റെ കാരണം ഞാൻ പറയാം. പത്രോസ് ആക്രമിക്കപ്പെട്ടാൽ മതി, ബാക്കി എല്ലാവരും ആക്രമിക്കപ്പെട്ടതുപോലെയാണ്. അതിന്റെ കാരണം ഈ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. അപ്പൊ ബാക്കി അച്ചാച്ചന്മാരെല്ലാം എന്നെ അറിഞ്ഞു, ഞങ്ങളും വരുന്നു. ഇത് തന്നെ കാര്യം. പത്രോസ് തിരിഞ്ഞാൽ ബാക്കി എല്ലാവരും ആ കൂടെ പോകും. അതുകൊണ്ടാണ് പറഞ്ഞു, ശീമോനെ
സാത്താൻ നിങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ, നിങ്ങളെ ആയിരിക്കും ലക്ഷ്യം വെക്കുന്നത്, പക്ഷേ അതിനകത്ത് മുഴു കുടുംബമുണ്ട്. നീ തകർന്നാൽ മുഴു കുടുംബത്തിനും അത് ഡാമേജാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയെ ലക്ഷ്യം വെക്കുമ്പോൾ അതിനകത്ത് ആ കുടുംബം മുഴുവനുണ്ട്, ആ കമ്മ്യൂണിറ്റി മുഴുവനുണ്ട്. കേൾക്കുന്നുണ്ടെങ്കിൽ രാമയും പറ. എനിക്കവിടെ വളരെ രസാവകമായി തോന്നിയൊരു കാര്യം, ഈ പുള്ളി ഈ പഴയ പടകെടുത്ത് വലയെടുത്ത് പോകാൻ ഒരുങ്ങുമ്പോൾ ഈ ചെല്ലുന്നുടനെ ഈ വല എവിടുന്നാ കിട്ടുന്നത്? ചെല്ലുന്നുടനെ കിട്ടണ്ടേ? എനിക്ക് മനസ്സിലായത് ഇട്ടേച്ച് പോയതല്ല ചാ, അത് ഇച്ചിരി കൂടെ ഒന്ന് പറഞ്ഞു വരേണ്ടത് നല്ലതാ. ഈ ഞാൻ വായിച്ചിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും നല്ല അമ്മാവിയമ്മ പത്രോസിന്റെ അമ്മാവിയമ്മയായിരുന്നു എന്നാ പറയുന്നത്. അതിനൊരു ചെറിയ ഉദാഹരണമുണ്ട്. കാരണം ഈ അമ്മച്ചി പനി പിടിച്ച് കിടന്നെന്ന് പറഞ്ഞ് യേശുവിനെ വിളിച്ചോണ്ട് വീട്ടിൽ പോയ പാർട്ടിയാ ഈ പത്രോസ്. മനസ്സിലായോ? പത്രോസിന് പേടി ഉണ്ടായിരുന്നെങ്കിൽ പത്രോസിന്റെ അമ്മാവിയമ്മയെ പേടി ഉണ്ടായിരുന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. എനിക്കറിയത്തില്ല, അതിനകത്തൊരു കാര്യമുണ്ട്. പുള്ളിക്ക് നല്ലൊരു അമ്മായിയമ്മയാണ് കിട്ടിയേക്കുന്നത്, ഇച്ചിരി കാര്യപ്രാപ്തിയുള്ള അമ്മാവിയമ്മ. കാരണം ഈ പുള്ളി ഈ കടലിൽ നിന്ന് പോയതാ, അത് വല നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞ് വിളിച്ചോണ്ട് പോയത്. ഈ അമ്മച്ചി പണിക്കാരെയൊക്കെ കൊണ്ട് നിന്ന് നിർത്തി ഈ പടകെല്ലാം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് മീൻ നെയ്യൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചേക്ക്. എൻ്റെ ചിന്ത, വെക്കേഷനിൽ യേശുവിൻ്റെ അടുത്ത് നിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ പുള്ളി ഈ പടകൊക്കെ ചെന്ന് നോക്കുമായിരിക്കും. എൻ്റെ ഒരു ഭാവനയെ പറയൂ, എനിക്കറിയത്തില്ല, എൻ്റെ ഒരു ഭാവനയെ പറയുക. അപ്പോൾ പുള്ളിക്ക് അറിയായിരുന്നു അവിടെ ചെന്നാലും പടകുണ്ട്, ചെന്നാലും വലയുണ്ട്. പുള്ളി അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ഞാൻ പോവാന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ, ഈ പിന്മാറാനുള്ള ലിങ്കുകളെ ഡിലീറ്റ് ചെയ്തിട്ട് വേണം ഇറങ്ങിത്തിരിക്കാൻ. പല ആളുകളും പിന്മാറാനുള്ള ചില റൂട്ടുകളെ വെച്ചിട്ട് ഇറങ്ങിയേക്കുന്നത്. കൈവക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഒരാവശ്യം വന്നാൽ ഈ ബി പ്ലാൻ എന്ന് പറയുന്നത് പോലെയാണ്. എവിടെ നിന്നെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ ഞാൻ വരും. അങ്ങനെ ലിങ്ക് വല്ലതും വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഏലിശയെ പോലെ വേണം. പുതപ്പ് മേൽ വീണപ്പോൾ പുള്ളി പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഈ 12ാമത്തെ ജോഡി കാളയെ ഒന്ന് കൊന്നോട്ടെ, ഞാൻ ഈ കലപ്പി ഒന്ന് കീറിക്കോട്ടെ, ഞാൻ ഒരു യാഗം കഴിച്ചോട്ടെ. ഈ തിരിഞ്ഞു നോക്കാൻ ഒന്നുമില്ല. തിരിഞ്ഞു നോക്കാൻ സാധ്യതയുള്ളതിനെ കൊന്നിട്ടാ പുള്ളി ഇറങ്ങിയത്. ചില ആളുകൾ പിന്മാറാനുള്ള ഒരു ലിങ്ക് വെച്ചേക്ക. ഇന്ന് ഈ 19ാമത്തെ രാത്രി പിന്മാറാനുള്ള സാധ്യതയെ പൊളിച്ചിട്ട് ഇവിടുന്ന് പോകാവും. അതിനെ കത്തിച്ചേക്കണം. ആ പഴയ ലിങ്കുകൾ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന്. ഗ്ലോറി ടു ഗാഡ്. പഴയ ലിങ്കുകളെ പൊളിക്കണം കേട്ടോ. പിന്മാറാൻ സാധ്യതയുള്ള പലതിനെ പൊളിക്കണം. ചിലരൊക്കെ വലിയ പ്ലാനിങ്ങിലാണെന്ന്, പിന്മാറാൻ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുക. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. പിന്മാറാൻ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മടങ്ങി വരണം. ഗ്ലോറി. ലിങ്കുകളെ ഇല്ലായ്മ ചെയ്യണം. ഇവിടെ പറയുക, സാത്താൻ നിങ്ങളെ, ശിമോനെ സാത്താൻ നിങ്ങളെ, നിന്നെയല്ല, നിങ്ങളെ. സ്വോത്രം. അടുത്ത വാക്കുണ്ടോ? ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന്. ഈ പാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഞാൻ പറയാം, ഒരു 10 അർത്ഥങ്ങളെങ്കിലും ഉണ്ട്. പാറ്റുക എന്ന് പറയുമ്പോൾ കുലുക്കുക, അരിച്ചെടുക്കുക, ശക്തമായി ചലിപ്പിക്കുക, പരിശോധിക്കുക, സൂക്ഷ്മ നിരൂപണം നടത്തുക, തിരച്ചിൽ നടത്തുക എന്നൊക്കെയാ. കർത്താവ് പറയുക, ഗോതമ്പ് പാറ്റുന്നത് പോലെ. കേട്ടോണേ, ശിമോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ. തിരുവനന്തപുരം ടൗണിൽ നിന്നിട്ട് ഗോതമ്പ് പാറ്റുന്ന കാര്യം പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഈ ഗോതമ്പിനേക്കാൾ നമ്മുടെ നാട്ടിലുള്ളത് നെല്ല. ഞാൻ നെല്ലെന്ന് പറയുമ്പോൾ അവിടെ ഗോതമ്പെന്ന് എഴുതിയിരിക്കുന്നത്. നെല്ല് രണ്ടിനും ഒരു പ്രോസസ് ആയതുകൊണ്ട് നെല്ലെന്ന് പറയുക. ഈ നെല്ല്, സ്തോത്രം,
നെല്ല് ആദ്യം കറ്റകൾ കൊയ്തെടുക്കും. കൊയ്തെടുക്കുന്ന കറ്റക്കളത്തിലേക്ക് കൊണ്ടുവരിക. ഈ കറ്റകൾ അത് കയ്യിലെടുത്തിട്ട് അടിക്കുകയോ കറ്റ മെതിക്കുകയോ ചെയ്യും. രണ്ടു വിധത്തിലാണ് അതിൽ നെന്മണികൾ പുറത്തു കൊണ്ടുവരുന്നത്. ഒന്നുകിൽ അടിക്കും, അല്ലെങ്കിൽ മെതിക്കും. ഈ അടിക്കുകയും മെതിക്കുകയും ചെയ്യുമ്പോൾ ഈ കതിരിൽ നിന്ന് പതിരും കൂടെ കറ്റക്കളത്തിൽ കിടക്കും. അപ്പൊ കറ്റക്കളത്തിൽ ഇപ്പോ കച്ചി മാറിയെങ്കിലും നെല്ലും പതിരും ഒരുമിച്ചാണ് കിടക്കുന്നത്. ഇവിടെയാണ് പാറ്റുന്നത്. പാറ്റുമ്പോൾ ചിലപ്പോൾ ഇതുപോലൊക്കെയുള്ള ഫാനൊക്കെ വെച്ചിട്ടായിരിക്കും, വലിയ കാറ്റത്തായിരിക്കും ഇത് പാറ്റുന്നത്. പാറ്റുമ്പോൾ സ്വാഭാവികമായും ഒരു കർഷകൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? പാറ്റുമ്പോൾ സ്വാഭാവികമായും കർഷകൻ ചെയ്യുന്നത് നെന്മണികൾ കളത്തിലേക്ക് ഇടുകയും പതിര് പാറ്റി പറത്തി കളഞ്ഞിട്ട് ഒടുവിൽ കത്തിക്കുകയും ചെയ്യും. ഇതാണ് അതിന്റെ സ്വാഭാവിക രീതി. പക്ഷെ സാത്താൻ ഇവിടെ ചെയ്യുന്നത് നേരെ തിരിച്ച. സാത്താൻ ചെയ്യുന്നത് ഗുണമുള്ളതിനെ പറത്തി കളഞ്ഞിട്ട് ഗുണമില്ലാത്തതിനെ കളത്തിൽ ഇടുക എന്നുള്ളതാണ്. കർത്താവ് അതേ പ്രയോഗമാണ് ഇവിടെ നടത്തുന്നത്. ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന്, നന്നായിട്ട് കേട്ടോണേ, ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതൊരു വലിയ സാത്താന്യ അജണ്ടയാണ്. ഞാൻ നിങ്ങളോട് വളരെ വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നിട്ട് പറയുക, പലർക്കും എതിരെ കൃത്യമായ ഡേറ്റുകൾ കുറിച്ചിട്ട്, കൃത്യമായ സമയങ്ങൾ കുറിച്ചിട്ട് പാറ്റിക്കളയാൻ രഹസ്യ കേന്ദ്രത്തിൽ പദ്ധതി തയ്യാറാക്കി നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്തോത്രം, ഈ അറ്റാക്ക് ഇത് പത്രോസിന് നേരെ മാത്രമല്ല, യോഹന്നാൻ ഉൾപ്പെടെയുള്ള അനന്തര അപ്പോസ്തോലിക സംഘത്തിന് മാത്രമല്ല, കർത്താവിനെതിരെ പോലും അറ്റാക്ക് ഉണ്ടായല്ലോ മരുഭൂമിയിലെ. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോ അവന് വിശന്നു. അപ്പോ പരീക്ഷകൻ അടുക്കൽ ചെന്നു. ഞാൻ പറഞ്ഞത്, എന്നിട്ട് എന്തെല്ലാം പെടാപ്പാടായിരുന്നു. ഒറ്റൊടിവിൽ പള്ളി പണിത ആമേൻ ആ മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഒന്ന് വീണാൽ മതി, ഒന്ന് നമസ്കരിച്ചാൽ മതി, സകലതും നിനക്ക് തന്നേക്കാം. എന്നാ ഓഫറാ? സൃഷ്ടിതാവിനോട് പറയുക, എല്ലാം തന്നേക്കാം. സകലതും ഉള്ളം കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നവരോട് പറയുക, എല്ലാം തന്നേക്കാം. ഞാൻ പറഞ്ഞത്, അന്നും ഇന്നും അറ്റാക്കുകളുണ്ട്. പക്ഷെ നിങ്ങൾ അറിയണം ആമേൻ, നമുക്ക് വേണ്ടി നിൽക്കാൻ കർത്താവുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തോ. ഇന്ന് രാത്രി അനന്തര വാക്കുകളിൽ എനിക്ക് ഏറ്റവും ഗൗരവമേറിയ ചില ദൂതുകളാണ് കൈമാറ്റം ചെയ്യാനായിട്ടുള്ളത്. കൃത്യമായ ഡേറ്റ് പറഞ്ഞ്, കൃത്യമായ സമയം കുറിച്ച്, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ ആയുസ്സിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ അഭിവൃദ്ധിക്കെതിരെ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ ഇങ്ങനെ നിൽക്കുന്ന ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ, ഗ്ലോറി 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 ഗ്ലോറി. ഇന്ന് രാത്രി വളരെ നിയോഗത്തിൽ ഞാൻ പറയട്ടെ, ഈ പൈശാചിക മണ്ഡലങ്ങൾക്ക് തൊടാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ മേൽ തുറന്നു വരുന്ന ഒരു സ്വർഗീയമായ പ്രൊട്ടക്ഷൻ ഉണ്ട്. വെളിപ്പാടിൽ അത് കാണുന്നവർ ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്തു. അതിനെ വിളിക്കുന്ന പേര് സർവായുധവർഗം. രക്ഷ എന്ന ശിരസ്ത്രം, നീതി എന്ന കവചം, സത്യം എന്ന അരക്കച്ച, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, കാലിന് ചെരുപ്പായി വിശ്വാസം എന്ന പരിച, ആത്മാവിന്റെ വാൾ. ഈ രാത്രി ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ. നിങ്ങൾക്കെതിരെ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ടൊരായുധം കർത്താവ് തന്നിട്ടുണ്ട്. ചിലത് പ്രതിരോധിക്കാനുള്ള ആയുധമാണ്, ചിലത് ആക്രമിക്കാനുള്ള ആയുധമാണ്, ചിലത് ഒഫൻസീവാണ്, മറ്റ് ചിലത് ഡിഫൻസീവാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, പ്രതിരോധിക്കേണ്ട മേഖലകളെ പ്രതിരോധിച്ചോണം, ആക്രമിക്കേണ്ട മേഖലകളെ ആത്മാവിൽ കയറി ആക്രമിച്ചു വളരണം. രഹസ്യ മണ്ഡലത്തിൽ നിനക്കെതിരെ ഉയരുന്ന ഈ അജണ്ടകൾ ഇന്ന് രാത്രി പൊളിയാൻ തുടങ്ങുകയാണ്.
വെളിപ്പാടിൽ അത് കാണുന്നവർ മൗനമായിരിക്കാതെ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തോ. ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഇവിടെ നിങ്ങൾ അറിയണേ, കർത്താവ് പറയാ, ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ പതിർ പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചെന്ന്. കൽപ്പന ചോദിച്ചു. ഈ കൽപ്പന ചോദിച്ചു എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, കൽപ്പന ചോദിച്ചു. ഞാൻ ആ വാക്കിനെ പഠിച്ചു. കൽപ്പന ചോദിച്ചു, എക്സൈറ്റിയോമായി, അതാണ് അതിനുള്ള ഗ്രീക്ക് പദം. കൽപ്പന ചോദിച്ചു, കൽപ്പന, എക്സൈറ്റിയോമായി എന്നോട് കൽപ്പന ചോദിച്ചു. കൽപ്പന ചോദിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഒരു 7 അർത്ഥങ്ങളെങ്കിലും ഉണ്ട്. ഒന്നാമത്തെ അർത്ഥം ശക്തമായി ആവശ്യപ്പെട്ടു. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ പതിർ പോലെ പാറ്റിക്കളയേണ്ടതിന് ശക്തമായി ആവശ്യപ്പെട്ടു. അത് എക്സൈറ്റിയോമായി, എക്സൈറ്റിയോമായി, ശക്തമായി ആവശ്യപ്പെട്ടു. അടുത്ത വാക്ക് ഡിമാൻഡ് ചെയ്തു. നിങ്ങളെ പതിർ പോലെ പാറ്റിക്കളയാൻ ഡിമാൻഡ് ചെയ്ത് നിൽക്കുക. അതിന്റെ വേറൊരു ആശയം, എന്നോട് അനുമതി അഭ്യർത്ഥിച്ചു. വേറൊരു വാക്ക് ഊന്നൽ നൽകി ചോദിച്ചു. മറ്റൊരു വാക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടു. കണ്ടോ കൈമാറണമെന്ന്. ഒരു പ്രതിയെ കൈമാറുന്നത് പോലെ. ഇപ്പോ ദാവൂദ് ഇബ്രാഹിമിനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറുക നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരു പ്രതിയെ ഒരു രാജ്യം വേറൊരു രാജ്യത്തിന് കൈമാറുന്നത് എങ്ങനെയാ? അതുപോലെ പിശാച് ഡിമാൻഡ് ചെയ്യുക, ഇവരെ കൈമാറണം. മറ്റൊരു വാക്ക്, ഇങ്ങനെ പാറ്റിക്കളയാൻ അവകാശമുണ്ടെന്ന് വാദിച്ചു എന്ന്. സ്തോത്രം. അത് മാറ്റൂൺ എന്ന് പറയുന്ന ഒരു വ്യാഖ്യാതാവ് അതിനെക്കുറിച്ച് പറയുന്നത് പീഡനത്തിന് വേണ്ടി, ശിക്ഷയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, കർത്താവിന്റെ രക്തത്തിന്റെ വിലകളായ രക്ഷിക്കപ്പെട്ട് കൃപയിൽ നിൽക്കുന്ന എനിക്കും നിനക്കും എതിരെ ഇതുപോലെ ചില പദ്ധതികൾ തയ്യാറാക്കി ഇതുപോലെ ഡിമാൻഡ് ചെയ്ത് നിൽക്കുക ചില പൈശാചിക മണ്ഡലങ്ങൾ. ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ സഹോദരങ്ങളെ, കർത്താവ് അനുവദിക്കാതെ, കർത്താവ് അനുവദിക്കാതെ സാത്താൻ എത്ര തന്നെ പദ്ധതി തയ്യാറാക്കിയാലും എന്റെ കർത്താവ് അനുവദിക്കാതെ, എന്റെ കർത്താവ് അനുവാദം നൽകാതെ എന്നെ നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. ആ വെളിപ്പാടുള്ളവർ ആത്മാവിലൊന്ന് ആരാധിച്ചോ, ആത്മാവിലൊന്ന് ആരാധിച്ചോ. ധൈര്യത്തോടെ, 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 വെളിപ്പാടോടെ ആരാധിച്ചേ. ഞാൻ കിണ്ണത്തിലെടുത്ത 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരാട്ടിൻകുട്ടിയുടെ രക്തം ഈസോപ്പ് തണ്ടിൽ മുക്കി കട്ടളക്കാൽ 2ന്റെ മേലും കുറുമ്പടി മേലും പുരട്ടിയപ്പോ ബറവോന്റെ ആദ്യജാതൻ മുതൽ മൃഗങ്ങളുടെ കടിഞ്ഞൂല് വരെ സംഹരിച്ചു കളഞ്ഞ ആ സംഹാര ശക്തി ഈ രക്തത്തിന്റെ അടയാളം കണ്ടപ്പോ മാറിപ്പോയെങ്കിൽ ഇന്ന് രാത്രി ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ്. നിനക്കെതിരെ അനുവാദം ചോദിച്ച് നിൽക്കുന്നതല്ലാതെ നിന്നെ ഡയറക്റ്റ് കയറി തൊടാൻ, വെളിപ്പാടിലൊന്ന് ആരാധിച്ചോ, നിന്നെ ഡയറക്റ്റ് കയറി തൊടാൻ അവയ്ക്ക് കഴിയത്തില്ല. ചില ഭയങ്ങളുടെ കെട്ട് ഇന്ന് രാത്രി ചിലരെ വിട്ട് പൊളിയുന്നു. ചില ഭയങ്ങൾ പൊളിയുന്നു. ആത്മാവിൽ സ്തോത്രം ചെയ്ത് ആരാധിച്ചോ. ചില വലിയ ഭയങ്ങൾ, ചില വ്യക്തികളിൽ കിടക്കുന്ന വലിയ ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ സകല മരണ ഭയങ്ങളെ, സകല രോഗ ഭയങ്ങളെ, സകല അപകട ഭയങ്ങളെ, സകല രാത്രികളുടെ ഭയങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി സഭ പുറത്താക്കുന്നു. പൊട്ടട്ടെ. ശിംശോനെ കെട്ടിയ കയറ് കത്തിയ ചണനാരു പോലെ പൊളിഞ്ഞതുപോലെ യേശുവിന്റെ നാമത്തിൽ
ചിലരെ കെട്ടിയ ചില കെട്ടുകൾ ആരാധിക്കാമെങ്കിൽ ശക്തിയോടെ ആരാധിച്ചോ, ശക്തിയോടെ ആരാധിച്ചോ. ഈ ആരാധന റജിപ്പാസ്റ്റർക്ക് വേണ്ടിയല്ല, പാസ്റ്റർ സുരേഷ് ബാബുവിന് വേണ്ടിയല്ല, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരു ദൈവദാസന് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. ഇവിടെ നിങ്ങൾ ആരാധിക്കുമ്പോ അവിടെ മൈലുകൾക്കപ്പുറത്ത് നിന്റെ വീടിനകത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുന്നു. ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞോണം കേട്ടോ. ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. ഞാൻ അവിടെ ഒരു ദൂത് പറയട്ടെ. ഇനി നിനക്കെതിരെ ഉയരുന്ന ഒരു ആവിചാരം ഉണ്ടെന്നിരിക്കട്ടെ, നിനക്കെതിരെ നിൽക്കുന്നവര് മന്ത്രവാദം ഉണ്ടെന്നിരിക്കട്ടെ, അതുണ്ടാക്കുന്ന ഇടത്ത് പൊട്ടത്തേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയാം, അതുണ്ടാക്കുന്ന ഇടത്ത് പൊട്ടത്തേ ഉള്ളൂ. നിനക്കെതിരെ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഇടത്ത്, നിനക്കെതിരെ ആയുധങ്ങൾ പടച്ചുണ്ടാക്കുന്ന ഇടത്ത്, നിനക്കെതിരെ ഉണ്ടാക്കുന്ന ആയുധം അവിടെ, ആയുധങ്ങളുടെ ഉറവിടത്തിൽ ശക്തിയോടെ ആരാധിക്കുവാൻ നിയോഗമുള്ളവർ ആരാധിച്ചോ. ഇന്ന് രാത്രി ചിലരുടെ ശുശ്രൂഷക്കെതിരെ ഉയരുന്ന ആയുധങ്ങൾ അത് നിർമ്മിക്കുന്ന ഉറവിടത്തിൽ തകരുന്നു. അവിടെ തന്നെ, അവിടെ തന്നെ, അവിടെ തന്നെ അത് ഉണ്ടാക്കുന്ന ഇടത്ത് അവർക്കൊരു വലിയ സ്വപ്നമുണ്ട്. ഇത് നിന്റെ വീടിനകത്ത് പൊട്ടിക്കാമെന്ന്. പക്ഷെ വെളിപ്പാടിൽ ഞാൻ ദൂത് പറയട്ടെ, ഇത് നിന്റെ വീട്ടിലല്ല പൊട്ടാൻ പോകുന്നത്, ഉണ്ടാക്കുന്ന ഇടത്ത് പൊട്ടും. ഈ 19ാമത്തെ രാത്രി അസാധാരണമായ ചില വിടുതലുകളെ ദൈവത്തിന്റെ ആത്മാവി കൂട്ടത്തിന്റെ നടുവിൽ അയക്കുന്നു. അസാധാരണമായ ചില ചലനങ്ങളെ ഇന്ന് രാത്രി കൂട്ടത്തിന്റെ അകത്തേക്ക് എന്റെ കർത്താവ് തുറന്നു വിടുന്നു. വിശ്വസിക്ക് സഹോദരങ്ങളെ, വിശ്വസിക്ക്, 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 വിശ്വസിക്ക്. അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ ശപിക്കുന്നവൻ, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. കമാൺ, നിന്നെ ശപിക്കുന്നവനെ, നിനക്കറിയത്തില്ല നിനക്കെതിരെ ശാപം ഉച്ചരിക്കുന്നത്, നിനക്കറിയത്തില്ല നിന്റെ പേര് പറഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ കർത്താവ് പറയാം, മോനെ നീ അറിയാത്ത ഇടത്ത് ബിലയാം ഇസ്രായേൽ ജനത്തിന്റെ പിൻഭാഗം കണ്ടിട്ട് പർവ്വതത്തിന്റെ മുകളിൽ കയറി ശപിക്കുവാൻ വാ തുറന്നതുപോലെ നീ പോലും അറിയാതെ ഏതോ രഹസ്യ കേന്ദ്രങ്ങളിൽ നിനക്കെതിരെ ശാപം ഉച്ചരിക്കുവാൻ നിൽക്കുന്ന ചില 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 ആദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശാപത്തിന്റെ ഉച്ചാരണങ്ങൾ അത് അവന്റെ കുടുംബത്തിനകത്താണ് വീഴാൻ പോകുന്നത്. നിന്നെ ശപിക്കുന്നവനെ ഞാൻ നിനക്കെതിരെ വരുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. ഉച്ചത്തിൽ പറഞ്ഞോ, നിനക്കെതിരെ വരുന്ന ആയുധങ്ങൾ, വെളിപ്പാടിൽ പറഞ്ഞ എനിക്ക് നേരെ വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. വെളിപ്പാടിൽ കണ്ടേ, വെളിപ്പാടിൽ കണ്ടേ, വെളിപ്പാടിൽ കണ്ടേ, ഫലിക്കത്തില്ല. ഒന്നുകൂടെ ഒന്നുകൂടെ ഫലിക്കത്തില്ല. അങ്ങനെ ഒരു ആത്മതലം തുറന്നു വരട്ടെ. എനിക്കെതിരെ വരുന്ന ഒരായുധവും, പറഞ്ഞോ, എനിക്കെതിരെ വരുന്ന ഒരായുധവും കൽപ്പന ചോദിച്ചു നിൽക്കുക, കൽപ്പന ചോദിച്ചു നിൽക്കുക. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലകളോട് ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മറയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മൾ പ്രൊട്ടക്റ്റഡ്. അനുവാദം കൊടുക്കാതെ തൊടാൻ പറ്റത്തില്ല. അനുവാദം കൊടുക്കാതെ തൊടാൻ പറ്റത്തില്ലെന്ന്, അനുവാദം കൊടുക്കാതെ തൊടാൻ പറ്റത്തില്ലെന്ന്
എന്നോട് കൽപ്പന ചോദിച്ചു. കർത്താവ് പറയുക, ശിമോനെ എന്നോട് കൽപ്പന ചോദിച്ചു, ശിമോനെ എന്നോട് കൽപ്പന ചോദിച്ചു നിന്നെ പാറ്റിക്കളയാൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് കൽപ്പന കൊടുത്തില്ലെങ്കിൽ, അനുവാദം കൊടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം നോക്ക്. ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, കൂട്ടത്തിൽ സാത്താനും ചെന്നു. കർത്താവ് ചോദിച്ചു, നീ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? യോബിന്റെ മേൽ നോട്ടമിട്ടു. പിശാച് കർത്താവിനോട് പറയുക, വെറുതെ അവൻ ഭക്തനായിരിക്കുന്നത്, നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? 3 കാര്യങ്ങളാണ്. അവൻ, 2 അവന്റെ വീട്, 3 അവനുള്ളത്. ഒന്നിച്ചു പറ, അവന്, അവന്റെ വീടിന്, അവനുള്ളത്. ഒന്നുകൂടെ പറഞ്ഞു, അവന്, അവന്റെ വീടിന്, അവനുള്ളതിന് ചുറ്റും യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമൻ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു, ഒന്നിച്ചൊന്ന് പഠിക്കേ, യേശുവിൻ നാമമൻ എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല നാം. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല നാം. യേശുവിൻ നാമമൻ കുഞ്ഞാടിൻ രക്തം. അനർത്ഥമൊന്നും ഭാവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. പഠിക്കേ, അനർത്ഥമൊന്നും ബാധയൊന്നും വീടിനടുക്കയില്ല. യേശുവിൻ നാമമൻ കുഞ്ഞാടിൻ രക്തം എൻ വീടിനു. യേശുവിൻ നാമമൻ രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. യേശുവിൻ നാമം പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം. യേശുവിൻ കുഞ്ഞാടിൻ രക്തം എൻ വീടിനു. സ്വർഗീയ സേനയിൽ കാവലുണ്ട്, സർവാധികാരി കരുതലുണ്ട്. സ്വർഗീയ സേനയിൽ കാവലുണ്ട്, സർവാധികാരി കരുതലുണ്ട്. യേശുവിൻ നാമമൻ കുഞ്ഞാടിൻ രക്തം എൻ വീടിനു. യേശുവിൻ നാമമൻ വിശ്വസിക്കേ, നമുക്ക് മാത്രമല്ല, യോബേ നിനക്ക് മാത്രമല്ല, നിന്റെ വീടിനും നിനക്കുള്ളതിന് ചുറ്റും. നമുക്ക് മാത്രമല്ല, നമ്മുടെ വീടിന് നമുക്കുള്ള ചുറ്റിനും. ഞാൻ എന്റെ ഭാവനെ പറയുകയാണ്, പിശാച് യോബിന്റെ ആ വീടിന് ചുറ്റും നടന്നു കാണാം, വട്ടത്തിൽ നടന്നു കാണും. എവിടെയെങ്കിലും മതിലിടിഞ്ഞു കിടപ്പുണ്ടോ എന്നൊന്നറിയാൻ, ഈ വേലി പൊളിഞ്ഞു കിടപ്പുണ്ടോ എന്നറിയാൻ ആ വീടിന് വട്ടത്തിൽ നടന്നേ. പറ്റിയില്ല. ഞാൻ പറയട്ടെ, എന്തിനാ പാസ്റ്ററെ ഫാസ്റ്റിങ്? എന്തിനാ പാസ്റ്ററെ ദൈവവചനം? എന്തിനാ പാസ്റ്ററെ ആരാധന? നിന്റെ സുരക്ഷിതത്വം, നിന്റെ പ്രൊട്ടക്ഷൻ, നിന്റെ പ്രൊട്ടക്ഷൻ
ഒരിക്കൽ പോലും മതിലുകൾ ഇടിഞ്ഞു കിടക്കാതിരിക്കത്തക്ക വിധത്തിൽ. ആരെങ്കിലും ചോദിക്കുക, പ്രാർത്ഥനയ്ക്കാണോ പാസ്റ്റർ, പ്രാർത്ഥനയിലാണോ മതില്? അതുകൊണ്ടല്ലേ പ്രഭാത പുസ്തകത്തിൽ വായിക്കുന്നത്, മതിൽ കെട്ടി പ്രാർത്ഥിക്കാൻ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു. മതിൽ കെട്ടി പ്രാർത്ഥിക്കാൻ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു. വീണ്ടും ആവർത്തിക്കുന്നു, മതിൽ കെട്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു. പ്രാർത്ഥന മതില, പ്രാർത്ഥന മതില, പ്രാർത്ഥന മതില, പ്രാർത്ഥന മതില. വട്ടം നടക്കത്തേ ഉള്ളു കേട്ടോ, വട്ടം നടക്കത്തേ ഉള്ളു. നിങ്ങള് എപ്പോഴെങ്കിലും കാറിന്റെ കീ അകത്തിട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് പുറത്തു നിന്നിട്ടുണ്ടോ? ആരെങ്കിലും നിന്നിട്ടുണ്ടോ? കാറിന്റെ കീ പലരും നിന്നിട്ടുണ്ട്. കാറിന്റെ കീ അകത്തിട്ട് അബദ്ധത്തിൽ അകത്തിട്ട് ഡോർ അങ്ങ് ക്ലോസ് ചെയ്യും. വട്ടം നടന്നിട്ടുണ്ടോ? ഇത് പൊട്ടിക്കാൻ പറ്റുമോ? ഇത് കുത്തി കീറാൻ പറ്റുമോ? കല്ലെടുത്ത് ഇടിക്കാൻ പറ്റുമോ? കാറിന് ചുറ്റും നടക്കുക, കാറിന് ചുറ്റും നടക്കുക. ഒരുത്തൻ സ്ക്രൂ ഡ്രൈവറും കൊണ്ടുവന്നു. നമ്മൾ പറഞ്ഞു തൊടരുത്, പെയിന്റ് പോകും. വേറൊരുത്തൻ വേറൊരു പരിപാടിയും കൊണ്ടുവന്നു, ആക്സോ ബ്ലേഡും കൊണ്ടുവന്നു. നമ്മൾ പറഞ്ഞു തൊടരുത്, കാരണം കുഞ്ഞുങ്ങളെ പോലെ കൊണ്ടു നടക്കുന്ന കാറാ, തൊടരുത്. ഈ കാറിന് വട്ടത്തിൽ നടന്നിട്ടില്ലേ? യോബിന്റെ വീടിന്റെ വട്ടത്തിൽ മറ്റേ പുള്ളി നടക്കുക. ഇതൊരു വെളിപ്പാടാണ്. കർത്താവ് അനുവദിക്കാതെ. വിശ്വസിക്കേ, വിശ്വസിക്കേ. അതുകൊണ്ട് നമ്മൾ ഈ കർത്താവുമായിട്ടുള്ള ബന്ധമാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബന്ധം സ്ട്രോങ് ആണേ ഉണ്ടല്ലോ. ഞാൻ വീണ്ടും ബന്ധം സ്ട്രോങ് ആണെങ്കിൽ പ്രൊട്ടക്ഷൻ അതുപോലെ സ്ട്രോങ് ആണ്. ഓ, ബന്ധം സ്ട്രോങ് ആണെങ്കിൽ പ്രൊട്ടക്ഷൻ സ്ട്രോങ് ആണ്. ചില ആളുകൾ ഗൂഗിളിലൊക്കെ നമ്പർ എടുത്തിട്ട് വിളിക്കും. വാ തുറന്നാ പോരാട്ടേ പറയത്തുള്ളൂ. അപ്പൊ അവരുടെ പേരറിയാൻ മേലാത്തതുകൊണ്ട് പേര് പോരാട്ടം എന്നൊക്കെയാ സേവ് ചെയ്യുന്നത്. പോരാട്ടം നമ്പർ 1, പോരാട്ടം നമ്പർ 2. അവര് പോരാട്ടം അല്ലാതെ വേറൊന്നും പറയത്തില്ല, പേരറിയത്തില്ല. അപ്പൊ പിന്നെ നമ്മൾ സേവ് ചെയ്യുന്നത് പോരാട്ടം. കാരണം വാ തുറന്നാൽ പോരാട്ടമേ പറയത്തുള്ളൂ. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ പോരാട്ടത്തിൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. നിങ്ങൾ പോരാട്ടത്തിനകത്ത് പെട്ടുകിടക്കേണ്ടവരല്ല, നിങ്ങൾ പ്രൊട്ടക്റ്റഡാ. കമോൺ, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. അനുവദിക്കാതെ തൊടാൻ പറ്റത്തില്ല. ഭയത്തിന്റെ ദുർഭൂത സ്വാധീനത്തെ പുറത്താക്കുക. യേശുവിന്റെ നാമത്തിൽ ആ ദുർഭൂത സ്വാധീനത്തെ പുറത്താക്കുക, പുറത്താക്കുക, പുറത്താക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ ആ ദുഷ്ട നോട്ടത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. നിന്റെ അസൂയ നിറഞ്ഞ കണ്ണുകളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അന്ധത പിടിപ്പിക്കുന്നു. ഓ, നിന്റെ ചില ദുഷ്ട പ്ലാനുകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. പറഞ്ഞോ, 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 പറഞ്ഞോ. വാ തുറന്നു പറഞ്ഞോ, വാ തുറന്നു പറഞ്ഞോ, വാ തുറന്നു പറഞ്ഞോ. ആത്മാവിലൊന്ന് പോരാടിക്കേ, ആത്മാവിലൊന്ന് പോരാടിക്കേ. വാ തുറന്നു പറഞ്ഞേ, വാ തുറന്നു പറഞ്ഞേ. ഓ, പിശാചിന് ശക്തിയുണ്ട്, പക്ഷെ സർവശക്തിയല്ല. പിശാചിന് അറിവ് കാണും, പക്ഷെ സർവജ്ഞാനമല്ല. ഇതെല്ലാം ഉള്ള ഒരുത്തനേ ഉള്ളൂ. എലോഹി, എലോഹി, പരാക്രമശാലി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ വർഷിപ്പ് കേട്ട് വരികയായിരുന്നു. അപ്പൊ ഷൈജി ബ്രദർ പറഞ്ഞു യുദ്ധം, കമോൺ, യുദ്ധം. ഉച്ചത്തിൽ പറഞ്ഞോ യുദ്ധം. ഇന്ന് രാത്രി നന്നായിട്ട് പറ, യുദ്ധം ആർക്കുള്ളതാ? ഒന്നുകൂടെ പറ, നമ്മളല്ല യുദ്ധം ചെയ്യുന്നത്, യുദ്ധം യഹോവയ്ക്കുള്ളത്. അതാ സങ്കീർത്തനം 24 പറയുന്നത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാ, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ. സ്തോത്രം, സ്തോത്രം.
ഞാൻ യുദ്ധവീരൻ എന്ന് പറയുന്ന പദം പഠിച്ചു കേട്ടോ. വാർ ഹീറോ. ഒരു ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്ന വാർ ഹീറോ. വേറെ വാക്കെന്നറിയോ? മൈറ്റി വാരിയർ. മൈറ്റി വാരിയർ. വാതിലുകളെ തലകളെ ഉയർത്ത്. മൈറ്റി വാരിയർ ഇങ്ങോട്ട് കയറട്ടെ. മൈറ്റി വാരിയർ ഇങ്ങോട്ട് കയറട്ടെ. ആ വാർ ഹീറോ. യുദ്ധം നമ്മളുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. യുദ്ധം ദൈവത്തിൻ്റെതാണ്. യേശുവിന്റെ നാമത്തിൽ ആ വീട് മുഴുവൻ കർത്താവിന് കൊടുക്ക. ഗ്ലോറി. ഞാൻ ഉച്ചക്കത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ കർത്താവിന്റെ ദാസൻ പറഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയത്. വീട് നമ്മുടേതല്ല, വീട് കർത്താവിന് കൊടുക്ക്. വീട് നമ്മുടേതല്ല, വീട് കർത്താവിന് കൊടുക്ക്. നമ്മുടെ വീട് മുക്കാലായി മുക്കാബലായി ഉയരുന്ന വീടല്ല. നമ്മുടെ വീടുകൾ ബേഥേലാണ്. എത്ര പേര് ആത്മാവിൽ പറയും, എന്റെ വീടൊരു ബേഥേല, എന്റെ വീടൊരു ബേഥേല, എന്റെ വീടൊരു ബേഥേല. സ്വർഗത്തിന്റെ പോർട്ടലുകളുള്ള ബേഥേൽ, സ്വർഗത്തിന്റെ പോർട്ടലുകളുള്ള ബേഥേൽ, സ്വർഗം തുറന്നിരിക്കുന്ന ബേഥേൽ. അത് ശാപം പാർക്കുന്ന ഇടമല്ല, അത് രോഗം പാർക്കുന്ന ഇടമല്ല, അത് ബന്ധനങ്ങൾ പാർക്കുന്ന ഇടമല്ല, അത് മഹത്വം വസിക്കുന്ന ഇടം. ഞാൻ വെളിപ്പാടിൽ പറയട്ടെ, നമ്മുടെ വീടിന്റെ ആറ്റ്മോസ്ഫിയർ കലക്കത്തിന്റെ ആറ്റ്മോസ്ഫിയർ അല്ല. നമ്മുടെ വീടിന്റെ ആറ്റ്മോസ്ഫിയർ രോഗത്തിന്റെ ആറ്റ്മോസ്ഫിയർ ആകരുത്. നമ്മുടെ വീടിന്റെ ആറ്റ്മോസ്ഫിയർ ഗ്ലോറിയുടെ ആറ്റ്മോസ്ഫിയർ ആകണം. വാ തുറന്ന് പറ, വാ തുറന്ന് പറ, വാ തുറന്ന് പറ. നിർത്തരുത്. വായി തുറന്ന് ഉച്ചത്തിൽ പറ, കർത്താവേ എന്റെ വീട് ഗ്ലോറിയുടെ ആറ്റ്മോസ്ഫിയർ ആകണം. ഇനി ആ പഴയ ദുരിതം എനിക്ക് പറയാൻ ഇടവരല്ലേ. ഇനി ആ പഴയ തകർച്ച എനിക്ക് പറയാൻ ഇടവരല്ലേ. ഇനി ആ പഴയ പോരാട്ടം എനിക്ക് പറയാൻ ഇടവരല്ലേ. ഇനി ആ പഴയ ശാപം എനിക്ക് പറയാൻ ഇടവരല്ലേ. എന്റെ വീടിനകത്ത് a glorious atmosphere, മഹത്വത്തിന്റെ രാജാവ് വസിക്കുന്ന atmosphere. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും, പക്ഷെ ഒരു പരിധിക്കപ്പുറത്ത് കയറാൻ പറ്റില്ല. വിശ്വസിക്കുക, ചില സ്ട്രഗിളുകൾ ഒക്കെ നമുക്കുണ്ടാകും. നിങ്ങൾ അറിയണം, അസാധാരണമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്, പക്ഷേ അതിന്റെ പരിധിക്കപ്പുറത്തേക്ക് കയറാൻ കഴിയത്തില്ല. അത് പറയുന്നത് 1 Thessalonians 2:18 പൗലോസ് പറയുന്നുണ്ട്, 1-2 വട്ടം നിങ്ങളുടെ അടുക്കൽ വരുവാൻ പൗലോസായ ഞാൻ വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. 1 തടഞ്ഞു, 2 തടഞ്ഞു. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തെന്ന് വരും, ചില കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വരും, പക്ഷെ അതിനപ്പുറത്ത് പറ്റില്ലെന്ന് വിശ്വസിക്കേ. കർത്താവ് പറയുക, ശിമോനെ, സാത്താൻ നിന്നെ പതിർപോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. കർത്താവ് പറയുക, ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ. എല്ലാവരും കൂടെ ചേർന്നെന്ന് പറ, ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഇതാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ മധ്യസ്ഥ പ്രാർത്ഥന. പൗരോഹിത്യ മധ്യസ്ഥ പ്രാർത്ഥന. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെ നോക്കി, ലൈവിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, 500-600 പേരൊക്കെ കാണുമായിരിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര പേരായാലും അടുത്ത മണിക്കൂറുകളിൽ എത്ര 1000 പേര് ഈ സന്ദേശം കണ്ടാലും, ആരെല്ലാം ഈ സന്ദേശം കണ്ടാലും, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഒരു പൗരോഹിത്യ പ്രാർത്ഥന ഉയരുന്നുണ്ട്. യോഹന്നാൻ 17 കർത്താവിന്റെ പൗരോഹിത്യ പ്രാർത്ഥനയുടെ ചിത്രം അവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളണമെന്നത്ര ഞാൻ അപേക്ഷിക്കുന്നത്. ആരൊക്കെയോ പറയുന്നു, പാസ്റ്റർ പ്രാർത്ഥിച്ചൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, ഒറ്റയ്ക്കാ പാസ്റ്ററെ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഒന്ന് പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യത്തില്ല, എൻ്റെ വൈഫ് ഒന്ന് കൂടെ ഇരിക്കത്തില്ല പാസ്റ്ററെ, മക്കൾ കൂടെ ഇരുന്നൊന്നും പ്രാർത്ഥിക്കത്തില്ല, ഞാൻ ഒറ്റയ്ക്ക്. എൻ്റെ സഹോദരങ്ങളെ, ഒറ്റയ്ക്ക് മതിയെന്ന്. മതിൽ കെട്ടി പ്രാർത്ഥിക്കാൻ ഞാൻ 100 പുരുഷന്മാരെ അന്വേഷിച്ചെന്നല്ല. എത്ര പേരെയാ? ഒരുവനെ അന്വേഷിച്ചു. ഒന്നുകൂടെ പറഞ്ഞു, മതിൽ കെട്ടി പ്രാർത്ഥിക്കാൻ ഒറ്റ ഒരുത്തം മതിയെന്ന്. ഒറ്റ ഒരുത്തം മതി. ഇത് കർത്താവിന്റെ പ്രോസസ്സിന്റെ ഭാഗമാണ്. ഒറ്റ ഒരുത്തം മതി. അപ്പൊ എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ലെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. കർത്താവ് പറയുന്ന, മോനെ
നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. നിങ്ങളെ സത്യത്തിൽ അതൊന്ന് ഭാവന കാണാൻ പറ്റുമോ? നമ്മൾ പോലും അറിയാതെ നമുക്കെതിരെ തയ്യാറാക്കപ്പെടുന്ന ചില പ്ലാനിങ്ങുകൾ ദൂരത്ത് നിന്ന് കണ്ടിട്ട് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ഒരു പക്ഷപാതം. അവിടെ ഒരു ക്ലാരിറ്റി ആവശ്യമായി. ചില ആളുകളുടെ സംശയം, ആരോടാ പ്രാർത്ഥിച്ചത്? എന്നോട് അനുവാദം ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ആരോട് അപേക്ഷിച്ചു? ആരോട് അപേക്ഷിച്ചു? പിശാചിനോടൊന്നും അല്ല കേട്ടോ. അങ്ങനെ ആരും ചിന്തിക്കല്ലേ. ആരുടെയും അകത്ത് ആ ടൈപ്പ് ചിന്തയുണ്ടെ കളഞ്ഞേക്കണേ. പിതാവിനോട് അപേക്ഷിച്ചു, പിതാവിനോട് അപേക്ഷിച്ചു. താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മാമ, പക്ഷവാദം ഒന്നുകൂടെ പഠിക്കേ. താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷവാദം സദാപക്ഷവാദം. 21 ദിവസത്തെ ഫാസ്റ്റിംഗിന്റെ ഡേ, ആ ദിവസങ്ങളിൽ മാത്രമല്ല, സദാപക്ഷവാദം, സദാപക്ഷവാദം. ഈ പക്ഷപാതം നമുക്കുള്ളത് കൊണ്ടാ പ്രിയരെ നമ്മൾ നിൽക്കുന്നത്. ഈ പക്ഷപാതം നമുക്കുള്ളത് കൊണ്ടാ നിൽക്കുന്നത്. പാറ്റിക്കളയാൻ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ സ്വർഗത്തിലൊരു മധ്യസ്ഥത ഉയരുന്നത് കൊണ്ട് ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയാം. യഹോവയുടെ ദൂതൻ, യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും, യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി. പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികൾ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരങ്ങൾ നിന്നെ തൊടാതിരിക്കത്തക്ക വിധത്തിൽ പകൽ സൂര്യൻ തൊടാതിരിക്കാൻ, രാത്രി ചന്ദ്രൻ തൊടാതിരിക്കാൻ, ഒരു ദോഷവും തട്ടാതിരിക്കാൻ നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേര് വീണാലും അത് നിന്നോട് അടുക്കാതിരിക്കാൻ എനിക്ക് ദൈവം തന്ന വെളിപ്പാട് ഞാൻ പറയട്ടെ. 1000 കൊന്നുകളഞ്ഞത് നിനക്കെതിരെ നിൽക്കുന്നു, 10,000 കൊന്നുകളഞ്ഞത് നിനക്കെതിരെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ പക്ഷപാതമുള്ളത് കൊണ്ട് അത് 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 നിന്നോട് അടുക്കത്തില്ല. ആ വെളിപ്പാടുള്ള എത്ര പേരുണ്ട്? അത് അടുക്കത്തില്ലെന്ന്. ഉച്ചത്തിലൊന്ന് ആരാധിക്കാൻ പറ്റുമെങ്കിൽ ആരാധിച്ചോ. അത് അടുക്കത്തില്ല, അത് അടുക്കത്തില്ല, അത് അടുക്കത്തില്ല. കാരണം നിനക്ക് വേണ്ടി ഉയരുന്ന ഒരു പക്ഷപാതത്തിന്റെ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ. നിന്റെ ആരോഗ്യം പ്രൊട്ടക്റ്റഡ് ആണ്, നിന്റെ ആയുസ് പ്രൊട്ടക്റ്റഡ് ആണ്, നിന്റെ കുടുംബം പ്രൊട്ടക്റ്റഡ് ആണ്, നിന്റെ മിനിസ്ട്രി പ്രൊട്ടക്റ്റഡ് ആണ്, നീ പ്രൊട്ടക്റ്റഡ് ആണ്. ഒരു പക്ഷപാതം ജീസസ്. C.H. സ്പർജൻ ഇതിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ ഒരിക്കലും നിർത്താത്ത മധ്യസ്ഥത ഇതെത്ര പ്രോത്സാഹനജനകമാണ്. C.H. സ്പർജൻ പറയുക, ഇതെത്ര പ്രോത്സാഹജനകമാണ്. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ പക്ഷപാതം, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ പ്രാർത്ഥന, ഒരു ദോഷവും തട്ടാതെ എന്നെ സൂക്ഷിക്കാൻ എൻ്റെ കർത്താവിൻ്റെ പക്ഷപാതം എത്ര പ്രോത്സാഹനജനകമാണ്. ഒന്ന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തോ. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ബാക്കി പറയാനുണ്ട്. അടുത്ത വാക്ക്, നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം, നീ ഒരു സമയം തിരിഞ്ഞു വന്ന് തിരിയുക, തിരിയുക. നിന്നെ പാറ്റി, നിന്നെ പാറ്റി. മക്കാർദർ പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, നേരത്തെ തുടങ്ങിയെന്ന്.
ക്രൂശീകരണത്തിനെതിരെ സംസാരിച്ചില്ലേ? അവിടെ പ്ലാനിങ് തുടങ്ങി. സാത്താനെ എന്നെ വിട്ടു പോകുന്ന യേശു പറഞ്ഞില്ലേ? അവിടെ തുടങ്ങിയതാ. ഇത് മക്കാർദറിന്റെ കമന്ററി പറയുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ തുടങ്ങിയതാ. അവിടുന്ന് അത് തുടർന്നു. മിക്കവാറും അറ്റാക്കുകൾക്കൊരു റൂട്ട് കാണും കേട്ടോ, ഒരു റൂട്ട് കാണും. അതുകൊണ്ടാണ് വചനത്തിൽ വായിക്കുന്നത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പിശാചിന് ചലിക്കാൻ ഒരു ലൂപ്പ് ഹോളും കൊടുക്കരുത്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, പിശാചിന് ചലിക്കാൻ ഒരു സ്ഥലവും കൊടുക്കരുത്, ഒരു ഇടവും കൊടുക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അവന്റെ തന്ത്രങ്ങളെ, അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറയുന്നത്. സ്തോത്രം. ഈ ചില ഭാഷാന്തരങ്ങളിൽ പറയുന്ന പിശാചിന് കാല് വെക്കാൻ ഇടം കൊടുക്കരുത്. നിങ്ങൾ ഈ KSRTC പ്രിയദർശിനിയൊക്കെ ഇപ്പൊ വലിയ ചർച്ചയാണല്ലോ. സ്തോത്രം. ഈ പണ്ട് കാലഘട്ടത്തില് ഇപ്പോഴും അങ്ങനെയൊക്കെയാണെന്നാണ് തോന്നുന്നത്. KSRTC ബസിന്റെ ഒക്കെ ഫുട്ബോളിൽ ഒരു കാലൊന്ന് വെച്ചാൽ മതി, 2 വളവ് തിരിയുമ്പോ ഒരു കാല് വെച്ചവൻ അകത്ത് കയറി. ഇതുപോലെയാ പറയുന്നത്, പിശാചിന് ഇടം കൊടുക്കരുത്. എന്തെങ്കിലും ഒരു റൂട്ടില്ലാതെ അറ്റാക്കുകൾ തയ്യാറാകത്തില്ല. ഇവിടെ മക്കാർദർ പറയുന്നത്, അവിടെ ഈ ക്രൂശീകരണത്തിനെതിരായി നിനക്കൊരിക്കലും അങ്ങനെ സംഭവിക്കരുത്. കർത്താവ് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ട് പോ. അവിടെ തുടങ്ങിയതാ പ്ലാനിങ്. ഇപ്പൊ പറയുകയാണ്, നിന്നെ പാറ്റിക്കളയാൻ ഒരു റൂട്ടിൽ കൂടെ കയറി വന്നതാ, നിന്നെ പാറ്റിക്കളയാൻ എന്നോട് അനുവാദം ചോദിച്ചു. നിന്നെ പാറ്റിക്കളയാൻ എന്നോട്. ഇന്ന് രാത്രി ചില റൂട്ടുകളെ ബ്രേക്ക് ചെയ്യണം. അതിനെന്നാ ചെയ്യേണ്ടെന്നറിയോ? ഞാൻ നിർത്തിയേ. അതിനെന്നാ ചെയ്യേണ്ടതെന്നറിയോ? ഏറ്റുപറയണം. നമ്മൾ പിശാചിന് തുറന്നു കൊടുത്ത ഡോറുകളൊക്കെ നമുക്കറിയാം. സംസാരത്തിലൂടെ തുറന്നു കൊടുത്ത ഡോറ്, ചില പ്രകൃതങ്ങളിലൂടെ തുറന്നു കൊടുത്ത ഡോറ് നമുക്കറിയാം. ചിലരൊക്കെ ഡോറ് തുറന്നിട്ടിട്ട് വന്ന് 21 ഇരിക്കുക. ഡോറ് തുറന്നിട്ടേക്കുക. പുള്ളിക്ക് കയറാനുള്ള ഡോറ് തുറന്നിട്ടിട്ടാണ് വന്ന് 21 ഇരിക്കുന്നത്. ആ ഡോർ ക്ലോസ് ചെയ്യണം. അതെ, മതിൽ കെട്ടി പ്രാർത്ഥിക്കാം. ആ ഇടിഞ്ഞു കിടക്കുന്ന ഇടം കെട്ടിപ്പൊക്കി. കമാൺ, ആ ഇടിഞ്ഞു കിടക്കുന്ന ഇടം കെട്ടിപ്പൊക്കി. ഓ ജീസസ്. കണ്ണുകളെല്ലാം ഒന്ന് അടച്ച്, അതരങ്ങളെല്ലാം ഒന്ന് തുറന്നേ. വേഗം ഒന്ന് എഴുന്നേറ്റ് നിന്ന്. കണ്ണുകൾ അടച്ച്, ആദരങ്ങളെല്ലാം തുറന്നേ. എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നീന് ഇപ്പോൾ എന്തു ഓ നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്നേ നീറയുന്നേ സന്നാമോടെ സ്തുതി പാടിടുന്നേ ദേവാസന്നാമോടെ സ്തുതി പാടിടുന്നേ താതൻ സന്നിധിയിൽ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. ഓ താതൻ സന്നിധിയിൽ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. എല്ലാ തരങ്ങളും വേഗം കർത്തൃസന്നതിലൊന്ന് തുറന്ന്,
ഇന്ന് രാത്രി ചില ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്ന ഡോറുകൾ യേശുവിന്റെ നാമത്തിൽ ഒന്ന് ക്ലോസ് ചെയ്ത് പ്രാർത്ഥിച്ച് ചില പാപ പ്രകൃതങ്ങൾ പിശാച് ഹോൾഡ് ചെയ്യാൻ സാധ്യതയുള്ള, പിശാച് അവകാശം പറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചേ. യേശു പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. ചില ഭാഷാന്തരങ്ങൾ പറയുന്നു, അവന്റേതൊന്നും എന്റെ കയ്യിലില്ല. അവൻ അവകാശം പറയാൻ കഴിയുന്നതൊന്നും, അവന് ക്ലെയിം ചെയ്യാൻ കഴിയുന്നതൊന്നും എന്റെ കൈവശമില്ല. ആരാധന കൊണ്ട്, ശൈലി കൊണ്ട്, ജീവിതം കൊണ്ട്, സ്വഭാവം കൊണ്ട്, ബന്ധങ്ങൾ കൊണ്ട്, കൊടുക്കവാങ്ങലുകൾ കൊണ്ട് ഏതെങ്കിലും സാത്താന്യ ക്ലെയിമുകൾക്ക് സാധ്യതയുള്ള വല്ലതും ഉണ്ടെങ്കിൽ വേഗം ഇന്ന് രാത്രി ഒന്ന് ഏറ്റുപറഞ്ഞേ, യേശുവേ എന്റെ ആ പ്രകൃതത്തെ ക്ഷമിക്ക്, എന്റെ ആ സ്വഭാവത്തെ ക്ഷമിക്ക്, എന്റെ ആ ശൈലിയിലുള്ള സംസാരത്തെ, എന്റെ അനാവശ്യ കോപത്തെ, എന്റെ അനാവശ്യ കൈപ്പിനെ, പിശാച് അവകാശം പറയാൻ സാധ്യതയുള്ള, ക്ലെയിം ചെയ്യാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ, വാദിച്ചു നിൽക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവിടുത്തെ രക്തത്താൽ അത് കഴുക. പ്രാർത്ഥിച്ചോ. ഭയങ്കര പ്രൊട്ടക്ഷൻ ഓപ്പൺ ആകട്ടെ. ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും പ്രാർത്ഥിക്കേ. സഹോദരന്മാർ പ്രാർത്ഥിക്കേ, സഹോദരിമാർ പ്രാർത്ഥിക്കേ, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കേ, വാ തുറന്ന് പ്രാർത്ഥിക്കേ. കുഞ്ഞെ, അസാധാരണമായ ഒരു പ്രൊട്ടക്ഷൻ നിന്റെ മേൽ ഉയർന്നു വരുന്നു. ഒരു വലിയ മതില് പോലെ, ഒരു വലിയ കോട്ട പോലെ എന്തെല്ലാം പദ്ധതികൾ നിനക്കെതിരെ തയ്യാറായാലും ഒന്നിനും നിന്നെ തൊടാൻ കഴിയാത്ത വിധത്തിൽ ഒരു കോട്ട പോലെ ഒരു ഭയങ്കര പ്രൊട്ടക്ഷൻ, ഒരു ഹെവി പ്രൊട്ടക്ഷൻ ഈ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ നേരെ ഉയർന്നു വരുന്നു. ഇന്ന് രാത്രി കർത്താവിനോട് അടുത്ത് നിൽക്ക്, ആ സാധ്യത്തോടെ അടുത്ത് നിൽക്ക്, ആ അധികാരത്തിൽ അങ്ങ് നിറഞ്ഞു നിൽക്ക്, ആ രക്തത്തിൽ അങ്ങ് ആശ്രയിച്ചു നിൽക്ക്. നീ പ്രൊട്ടക്റ്റഡ് ആണ്. ഈ 19ാമത്തെ രാത്രി ചിലർക്കെതിരെ തൊടുത്തുവിട്ട ആയുധങ്ങൾ ഇന്ന് രാത്രി റൂട്ട് തിരിയുന്നു. ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചേ. കരങ്ങൾ അടിക്കാൻ നിയോഗമുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ചോ. അന്യഭാഷ പറയാൻ നിയോഗമുണ്ടെങ്കിൽ അന്യഭാഷ പറഞ്ഞോ. ചില റൂട്ടുകൾ തിരിയുന്നു. ബൂമറാങ് പോലെ നിനക്കെതിരെ തൊടുത്തുവിട്ട ഇടത്തേക്ക് അവ തിരിയുന്നു. നിന്റെ ആരോഗ്യത്തിനെതിരെ തൊടുത്തത് അത് തിരിയുന്നു. നിന്റെ അഭിഷേകത്തിനെതിരെ തൊടുത്തത് അത് തിരിയുന്നു. ആ ഉറവിടത്തിലേക്ക് വിശ്വസിക്കുന്നവൻ, വെളിപ്പാടിൽ അത് കാണുന്നവൻ ആത്മാവിൽ സ്തോത്രം ചെയ്തു. ഇത് പരാജയത്തിന്റെ രാത്രി അല്ല, ചിലതിനെ പൊളിക്കുന്ന വിജയത്തിന്റെ രാത്രി. ഇവിടെ ഈ ആരാധന ഉയരുമ്പോ മൈലുകൾക്കപ്പുറത്ത്, വീടുകളുടെ അകത്ത് ഈ രാത്രി ദൈവ കൃപ വെളിപ്പെടുന്നു. ആരാധിച്ചോ. പാരമ്പര്യത്തിന്റെ സ്വാധീനങ്ങൾ, ചില ദേശത്തിന്റെ ആധിപത്യങ്ങൾ, ചില പോക്കുവരത്തുകൾ പോലെയുള്ള ചില ശക്തികൾ, ചില ആഭിചാരങ്ങൾ, ചില മന്ത്രവാദ ശക്തികൾ, പേര് പറഞ്ഞ് ശാപം ഉച്ചരിക്കുന്ന ചില മാനുഷിക പൈശാചിക ഭാവങ്ങൾ ഇന്ന് രാത്രി പൊളിയുന്നു. ശക്തിയോടെ ആരാധിക്കുക. പരിസരം മറന്ന് നിയോഗത്തിൽ, ദൈവകൃപയിൽ, അധികാരത്തിൽ, ആത്മശക്തിയിൽ, ദൈവവചനത്തിന്റെ കരുത്തിൽ, വെളിപ്പാടുകളുടെ ആഴത്തിൽ ശക്തിയോടെ ആരാധിക്കുക. ഈ രാത്രി ചില ഉറവകൾ തുറക്കുന്നു. ചില പുതിയ ഡോറുകൾ ഓപ്പൺ ആകുന്നു. യേശുവിന്റെ നാമത്തിൽ പരിമിതപ്പെട്ടത് മതി, ഒതുങ്ങിപ്പോയത് മതി, ഞെരുക്കിക്കളഞ്ഞത് മതി. ഇന്ന് രാത്രി ഡോറുകൾ തുറക്കുന്നു. ആ വാക്കുകൾ നിയോഗത്തിൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ഡോറുകൾ ഓപ്പൺ ആകുന്നു. ഇതുവരെ പറയാത്ത ചില വാക്കുകൾ ചിലരുടെ അതരത്തിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. ഇതുവരെ ഉച്ചരിക്കാത്ത ചില വാക്കുകൾ
ചില അതിരകളിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. ഇതുവരെ പറയാത്ത ചില അധികാരത്തിന്റെ ശബ്ദങ്ങൾ ചില അതിരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അധികാരം ചലിക്കട്ടെ, അധികാരം ചലിക്കട്ടെ. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞതുപോലെ ചില അതരങ്ങളിൽ നിന്ന് അധികാരത്തിന്റെ പ്രഖ്യാപനങ്ങൾ പുറത്തു വരട്ടെ. അഭിഷേകത്തിൽ ആരാധിച്ചോ, പരിസരം മറന്ന് കരമടിച്ചോ, പരിസരം മറന്ന് കരമടിച്ചോ, പരിസരം മറന്ന് അന്യഭാഷയിൽ ആരാധിച്ചോ, പരിസരം മറന്ന് അന്യഭാഷയിൽ ആരാധിച്ചോ, പരിസരം മറന്ന് അന്യഭാഷയിൽ ആരാധിച്ചോ, നിയോഗത്തിൽ ആരാധിച്ചോ. ഡെലിവറൻസുകൾ, 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 പ്രൊട്ടക്ഷനുകൾ അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ ഉണ്ടാകുന്ന സുരക്ഷിതത്വം. യേശുവേ, ഈ ജനത്തിന്റെ മേൽ ഒരു ആത്മപകർച്ച തുറന്നു വരട്ടെ, ഈ ജനത്തിന്റെ മേൽ ഒരു ആത്മതല തുറന്നു വരട്ടെ. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചോ, ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. പട്ടണം സഭയാകട്ടെ. ഞാൻ വാക്ക് വീണ്ടും ആവർത്തിക്കാം. പട്ടണം സഭയാകട്ടെ, പട്ടണം സഭയാകട്ടെ, പട്ടണം സഭയാകട്ടെ. തിരുവനന്തപുരം പട്ടണം സഭയാകട്ടെ, തിരുവനന്തപുരം പട്ടണം സഭയാകട്ടെ. ഒരു ബന്ധവുമില്ലാത്തവൻ കയറി വരട്ടെ. ജീസസ്, ഈ ഫാസ്റ്റിംഗ് കഴിയുന്നതോടുകൂടി കുടുംബങ്ങളിൽ വ്യത്യാസം, സഭയിൽ വ്യത്യാസം, വ്യക്തികളിൽ വ്യത്യാസം, ശുശ്രൂഷയിൽ വ്യത്യാസം, പുറപ്പാടുകൾ വ്യത്യാസം, വേഗതയിൽ വ്യത്യാസം, മുന്നേറ്റങ്ങളിൽ വ്യത്യാസം. നന്ദി, 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 നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു.